ഒരു നിമിഷം എഴുന്നേറ്റ് രമേശിനെ ക്ഷണിക്കും. പ്രിയമുള്ള കൂട്ടായ്മകളെ, നമ്മുടെ യോഗത്തിന്റെ സമയപരിമിതി കൊണ്ട് കൃത്യമായ ചിട്ടയോടുകൂടി ഒരു ടൈം ടേബിൾ ഇട്ടുകൊണ്ടാണ് നടപടികൾ തുടങ്ങുന്നത്. അതുകൊണ്ട് ചുരുങ്ങിയ വാരി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ നമ്മളുടെ കൂട്ടായ്മയുടെ സ്ഥാപക പ്രസിഡന്റും കൂട്ടായ്മയുടെ നട്ടനുമായ എല്ലാമായ സാറ്, അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരുടെയും നാമത്തിൽ ഞാൻ അദ്ദേഹത്തെ ഹാർദപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി വർച്ചൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. പ്രസിഡന്റ് ജെയിംസ് ഡേവിഡ് സാറ് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. മാസ്റ്റർ ട്രസ്റ്റ് കൺവീനർ രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എവിടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വനിതാ വേദി ദേവിപാഠം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. വേണുഗോപാൽ സാറെ കോട്ടയം സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക്. ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് നമ്മൾ ഈ പരിപാടി വിജയമാക്കുവാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് എല്ലാ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കൂട്ടായ്മ അംഗങ്ങൾക്കും ഏവരുടെ നാമത്തിൽ, എന്റെ വ്യക്തിപരമായ നാമത്തിൽ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. വിവിധ ജില്ലകളിൽ നമ്മൾ നടത്തി വരുന്ന ജാഗ്രതാ സദസ്സിന്റെ ഇടുക്കി ജില്ലയിലെ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. കാര്യം നമുക്കറിയാം, നമ്മളെ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക, നമ്മുടെ ഇലക്ട്രിസിറ്റി നിയമം വന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിവൽക്കരിക്കപ്പെട്ട സമയം മുതൽ നമ്മൾ ആശങ്കപ്പെടുന്ന കാര്യമാണ്. നിയമത്തിനകത്തുള്ള പഴുത ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള സാഹചര്യം എന്ന രീതിയിൽ നമുക്ക് ഒരു മാസ്റ്റർ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു. മാസ്റ്റർ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിലെ സാമ്പത്തിക സ്ഥിതി ഉദ്ദേശിച്ച രീതിയിൽ നന്നായി നടക്കാതെയോ അതോ അത് നടത്തിപ്പിലുണ്ടായിരുന്ന വീഴ്ച കൊണ്ടോ ആകാം നമ്മളിപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാഗ്രതയോടെ ഈ ആശങ്കയെ സമീപിക്കേണ്ട ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. കൂടാതെ സുസ്ഥിരമായ ഒരു സാമ്പത്തിക അവസ്ഥ ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളുടെ പെൻഷൻ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സംഘടന നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ ഇലക്ട്രിസിറ്റി ബോർഡ് മാനേജ്മെന്റും സർക്കാരും നമ്മൾ പെൻഷൻകാരും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഭാവി പെൻഷൻകാരായിട്ടുള്ള ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഊന്നി സൂചിപ്പിക്കാനാണ് നമ്മൾ ഇത്തരം ഒരു സാഹചര്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വിഷയം നമ്മൾ വളരെ ഗൗരവമായി നമ്മുടെ സംഘടന പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി വരെ എത്തിക്കത്തക്ക നിലയിലും മാനേജ്മെന്റിലും സർക്കാരിലും പലവിധ നിർദ്ദേശങ്ങളും പരാതികളും നമ്മള് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പൊ നടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്റെ പുറകെ സംസാരിക്കും. എങ്കിൽ പോലും വളരെ ജാഗ്രതയോടെ ഈ പ്രവർത്തനം നമ്മൾ നടത്താനായിട്ടാണ് ഇത്തരം ജാഗ്രതാ സദസ്സുകൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ മാസം തന്നെ നമ്മൾ ഈ പ്രോഗ്രാമുകളെല്ലാം അവസാനിപ്പിക്കും. എങ്കിലും ഇടുക്കി ജില്ലയിലെ ഈ ജാഗ്രതാ സദസ്സിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ എന്റെ വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ എ വി വിമൽചന്ദ്രനെ ക്ഷണിക്കുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി അധ്യക്ഷൻ ജെയിംസ്, ബഹുമാനപ്പെട്ട സംഘടനയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ സാങ്കേതിക സമിതിയുടെ അധ്യക്ഷനുമായ റാവുത്തർ സർ, ബഹുമാനപ്പെട്ട മാസ്റ്റർ ട്രസ്റ്റ് ലീഗൽ സമിതി കൺവീനർ രാധാകൃഷ്ണൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പെൻഷനേഴ്സ് കൂട്ടായ്മ നടത്തുന്ന 9ാമത്തെ ജാഗ്രതാ സദസ്സാണ് ഇടുക്കിയിൽ നടക്കുന്നത്. 9 ജാഗ്രതാ സദസ്സിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വൻ ജനപങ്കാളിത്തം, നമ്മുടെ അംഗത്വ പങ്കാളിത്തം, ജീവനക്കാരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന സംഘടന നിങ്ങൾക്കറിയാം 2021 രൂപീകരിക്കുന്നത് പെൻഷൻ സുരക്ഷ മാത്രം മുൻനിർത്തിയാണ്. പെൻഷൻ സുരക്ഷയ്ക്കായി
നിലവിലുള്ള ജീവനക്കാരുടെ സംഘടനകളോ നിലവിലുള്ള ഏക പെൻഷൻ സംഘടനയോ പെൻഷൻ സുരക്ഷയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വെറും പിരിവും മറ്റു കാര്യങ്ങൾ മാത്രമായിട്ട് പെൻഷൻ സംഘടനയുടെ പ്രവർത്തനം ചുരുങ്ങിയ അവസരത്തിൽ പെൻഷൻ മുടങ്ങും എന്ന് വന്ന അവസരത്തിൽ ആണ് പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന സംഘടന റാവുത്തർ സാറിന്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നത്. ഒക്ടോബർ 2021 ഒക്ടോബർ 27 അത് രജിസ്റ്റർ ചെയ്യുകയും നവംബർ 1 ജസ്റ്റിസ് കമാൽ പാഷ ഔപചാരികമായിട്ട് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രവർത്തനങ്ങളുടെ തന്നെ പാതയിൽ തന്നെയായിരുന്നു. ജെയിംസ് സാറ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ല 4 പേരെ സഹായിച്ചു. ആലപ്പുഴ ജില്ലയിൽ നിന്നും നിരവധി പേരെ സഹായിക്കുകയുണ്ടായി. നമ്മുടെ UR ഫണ്ട് കൂടാതെ നമ്മളുടെ ആ ക്ഷേമ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് നമ്മുടെ ക്ലെയിംസും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതി ശ്രീ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാനൊക്കെ ഒത്തുള്ളൂ. KCB എന്ന പ്രസ്ഥാനം നിലനിന്നാൽ മാത്രമേ നമുക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ KCBയുടെ സാങ്കേതിക വശങ്ങളെ പറ്റി നമ്മൾ പഠിക്കാനായിട്ട് ഒരു സാങ്കേതിക സമിതി രൂപീകരിച്ചു. അത് നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീ റാവുത്തർ സാറിന്റെ അധ്യക്ഷതയിൽ ഒരു സാങ്കേതിക സമിതി രൂപീകരിച്ചു. ആ സാങ്കേതിക സമിതി ആണ് നമ്മുടെ പ്രവർത്തനം KCBയുടെ പ്രവർത്തനം വിലയിരുത്തിയിട്ട് അതിന് സാങ്കേതികമായിട്ട് ഏതൊക്കെ തരത്തിൽ അതിന് ഉപദേശം നൽകാവോ, ഏതൊക്കെ രീതിയിൽ നിർദ്ദേശം നൽകാവോ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സാങ്കേതിക സമിതി രൂപീകരിച്ചത്. ആ സാങ്കേതിക സമിതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ മണിയാർ പോലുള്ള പദ്ധതികൾ അത് KCB തന്നെ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ ജാഗ്രതാ സദസ് തുടങ്ങിയത് തന്നെ ആഗസ്റ്റ് മാസം 27 പത്തനംതിട്ടയിൽ നിന്നാണ്. മണിയാർ ബൂട്ടടിസ്ഥാനത്തുള്ള മണിയാർ ക്യാപ്റ്റീവ് ജലവൈദ്യുത പദ്ധതി വീണ്ടും അതിന്റെ മുരുകപ്പ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ യൂണിവേഴ്സൽ കാർബറാണ്ടത്തിന് വീണ്ടും കൊടുക്കാനുള്ള ഗവൺമെന്റ് നീക്കത്തിനെതിരെ അതിശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയ അത് ഇന്ന് പലരും ഇന്ന് അത് ഏറ്റെടുത്തു. പലരും ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതേപോലെ പല പ്രൊജക്ടുകളും NDPC വയലും അത് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ്. ഇതിനിടയ്ക്ക് NCCOE എന്നും പറഞ്ഞൊരു സെക്കൻഡ് രൂപീകരിച്ചതിനകത്ത് 4 ജീവനക്കാരുടെ സംഘടനകളും ഏക പെൻഷൻ സംഘടനയും കൂടെ ചേർന്നുകൊണ്ട് 3 ആവശ്യങ്ങൾ ഉന്നയിച്ച്. എന്താണ് അവർ 3 ആവശ്യങ്ങൾ? ഒന്ന്, 2016 നടത്തിയ നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ അനുവാദം. 94 തൊട്ട് ശമ്പള പരിഷ്കരണത്തിന് അനുവാദം ഗവൺമെന്റിന്റെ കൊടുക്കേണ്ടേ ഉള്ളൂ. അതിനു മുമ്പ് അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ആ അനുവാദം മുൻകൂർ വാങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് മുൻകൂർ വാങ്ങിയില്ല? മുൻകൂർ വാങ്ങാത്ത നമ്മൾ അതിനുശേഷം നടത്തിയ ശമ്പള പരിഷ്കരണമെല്ലാം അതിനുശേഷമാണ് വാങ്ങിയിട്ടുള്ളത്. 2016 ഒരു ശമ്പള പരിഷ്കരണം നടന്നാൽ അടുത്ത ശമ്പള പരിഷ്കരണത്തിന് മുമ്പ് ആ അനുമതി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ 2016 ശമ്പള പരിഷ്കരണത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ് തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനകത്ത് ഈ പറയുന്ന NCCOE എന്ന് പറയുന്ന ഈ സംഘടനയിലെ നേതാക്കന്മാർ അതിനകത്തുണ്ട്. ആ മന്ത്രിയുടെ ഓഫീസിലായാലും അതിലെ പ്രവർത്തനങ്ങളുണ്ട്. എന്തുകൊണ്ട് അംഗീകാരം വാങ്ങിക്കാൻ കഴിഞ്ഞില്ല? അതിനുശേഷം 2018 നടത്തേണ്ട ശമ്പള പരിഷ്കരണം 2021 നടത്തി. ഈ അനുവാദം വാങ്ങിക്കാതെ. അതാണ് റെഗുലേറ്ററി കമ്മീഷനും ഓഡിറ്റ് ആൻഡ് ഇപ്പോൾ തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ തീരുമാനം നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്, കോടതിയിൽ പോവുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞവർ എന്തുകൊണ്ട് രാഷ്ട്രീയ തീരുമാനം എടുപ്പിക്കാൻ ഈ 2 ഇതിനകത്ത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അവർക്ക് അതിനുള്ള അംഗീകാരം ഈ 2ന്റെ പെർവിഷന്റെയും അതിന്റെ ആനുപാതികമായിട്ടുള്ള വിഹിതം ഈ സംഘടനകളെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ആ ഏക പെൻഷൻ സംഘടനയും പറ്റിയിട്ടുണ്ട്.
ഒരു 1% കുറഞ്ഞു വേണ്ടി 2% കൂടി വേണ്ടി, അല്ല 2% കുറഞ്ഞു വേണ്ടിയെന്നും 1% കൂടി വേണ്ടിയെന്ന്. അത് തന്നെ അവർ തെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചപ്പോൾ അവർ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും അതിന്റെ അനുവാദം വാങ്ങിക്കണം. ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല. പ്രിയമുള്ളവര്, പിന്നെ അവരുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ നവംബർ മാസത്തെ ഗസറ്റ് വിജ്ഞാപനം റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ജനുവരി മാസത്തിൽ ഡ്യൂട്ടി എടുക്കുക എന്നുള്ള ഗസറ്റ് വിജ്ഞാപനം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ആലോചിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മൾ എവിടേക്കെല്ലാം പറഞ്ഞതാണ്. അന്ന് അവരെ നമ്മളെ പുച്ഛിച്ചു. അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ചു. അതാണ് രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തെ എതിർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ബജറ്റ് അംഗീകരിച്ചു, ഒരക്ഷരം അനങ്ങിയില്ല. നമ്മൾ അതും കഴിഞ്ഞ് ആഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ കേസ് കൊടുക്കുന്നത്. നമ്മൾ നവംബർ മാസം 1-ാം തീയതി അവർ ഗസറ്റിനകത്ത് വിജ്ഞാപനം ഇറക്കി ഡ്യൂട്ടി എടുത്തപ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരുന്ന 6-9 എന്ന ക്ലോസിന് നമ്മൾ കോടതി ചലഞ്ച് ചെയ്തു. ആ കോടതി ചലഞ്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ഇന്നും നിലനിൽക്കുന്നതും നമ്മൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട രാജൻ കോബ്രഗഡെ എന്ന മുൻ ചെയർമാൻ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോഴെല്ലാം പറയുമായിരുന്നു, ആ ഡ്യൂട്ടി നിലനിർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത്. അടുത്ത ആവശ്യം, നമ്മൾ കേസ് കൊടുത്ത് നേടിയെടുത്ത 6-9 ഗവൺമെന്റ് ഓർഡർ, അതായത് മാസ്റ്റർ ട്രസ്റ്റ് നിലനിൽക്കണം എന്ന് പറഞ്ഞ് നേടിയെടുത്ത ഗവൺമെന്റ് ഓർഡർ റദ്ദാക്കാൻ. എന്തിനു വേണ്ടിയാണ്? ആ ഗവൺമെന്റ് ഓർഡർ എന്താണെന്ന് പഠിച്ചിട്ടാണോ? അതിനെപ്പറ്റി രാഷ്ട്ര സാർ വിശദീകരിക്കും എന്നുള്ളത് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജെയിംസ് എം ഡേവിഡ് ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AB വിമൽ ചന്ദ്, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ ജില്ലക്കാരനായ ശ്രീ രമേശ്, സംഘടനയുടെ ഈ മധ്യമേഖല സെക്രട്ടറി ശ്രീമതി EP ശ്രീദേവി, നമ്മുടെ ലീഗൽ സമിതി കൺവീനർ ശ്രീ VP രാധാകൃഷ്ണൻ, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ EN വേണുഗോപാൽ, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എബ്രഹാം, ജില്ലാ സെക്രട്ടറി ഡെന്നീസ്, അതുപോലെ തന്നെ ഇവിടെ ബോർഡിലെ റിട്ടയർ ചെയ്ത നമ്മുടെ ഡയറക്ടർ സിജി ജോസഫ്, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന എന്റെ ഒരു ഗുരു എന്ന വിശേഷിപ്പിക്കാവുന്ന ശ്രീ ബാലേന്ദ്രൻ സാർ, അദ്ദേഹത്തിന് ഇവിടെ വെച്ച് കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു വയോധികൻ എന്നാണ് എനിക്ക് തോന്നുന്നു ശ്രീ പൗലോസ്, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരായ ബോർഡിലെ റിട്ടയർ ചെയ്ത പെൻഷൻകാരെ, കൂട്ടായ്മ കുടുംബാംഗങ്ങളെ ഞാൻ അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നതിന് കാരണം, നമ്മുടെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള മൊത്തം നമ്മുടെ അംഗസംഖ്യ എടുത്തു നോക്കുമ്പോൾ ഏതാണ്ട് 56 മുതൽ 65 വരെയുള്ള മിക്ക ആൾക്കാരും ഈ സംഘടനയിലെ അംഗങ്ങളാണ്. ബാക്കിയുള്ളവരില്ല എന്നുള്ളതല്ല 2021 മെയ് 27 ഏതോ ഒരു വൈകിട്ട് ഒരു 6-7 മണിക്ക് എന്റെ മനോമുകുരത്തിൽ ഉദിച്ച ഒരു സംഭവമാണ്. ഇന്ന് ചില തൽപര കക്ഷികൾ എന്താണ് വാട്സാപ്പ് സംഘടന, ആളില്ലാ സംഘടന എന്തൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 3 കൊല്ലക്കാലം കൊണ്ട് 4000-ത്തിലധികം അംഗങ്ങളെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന, മറ്റൊന്നും കൊണ്ടല്ല, പെൻഷൻകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക സംഘടന എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടനയിലേക്ക് വന്ന ഇടുക്കിയിൽ മേഖലയിലുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനാടിസ്ഥാനത്തുള്ള ഏതാണ്ട് 4000-ൽ പരം ചെറുപ്പക്കാരായ പെൻഷൻകാർ. അപ്പൊ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്ന് അങ്ങനെ 1-2 പേരുടെ മനോമുകുരത്തിൽ മൊട്ടിട്ട ഒരു സംഘടന, അങ്ങനെ ഒരു രജിസ്റ്റേർഡ് സംഘടനയാകുമെന്നും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ഇതിനകത്തെ അംഗങ്ങളായി നമ്മളെ ആക്ഷേപിക്കുന്ന വാട്സാപ്പിൽ കൂടി തുടങ്ങിയ ആ വാട്സാപ്പിലുള്ള അംഗങ്ങൾ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് 2021 ഒക്ടോബർ 27 ആലപ്പുഴയിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞങ്ങൾ 9 പേരാണെന്ന് തോന്നുന്നു അല്ലേ, 9 പേരടങ്ങിയ സംഘം രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയ ആ വാട്സാപ്പ് സംഘടന 2021 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഇതിന് തൊട്ടപ്പുറത്തുള്ള എറണാകുളം ജില്ലയിലെ പ്രസ് ക്ലബ് ഹാളിൽ ഏതാണ്ട് 48-50 പേരടങ്ങുന്ന ഒരു സംഘത്തിന്റെ
നേതൃത്വത്തിൽ അവരുടെ എന്താണ് ആ മീറ്റിംഗിൽ വെച്ച് ബഹുമാനപ്പെട്ട കമാൽ പാഷ സാർ ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന ഞാൻ വിചാരിച്ചില്ല ഈ 3 കൊല്ലക്കാലം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പെൻഷൻകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നും ഇത്രയും മെമ്പർഷിപ്പ് നമുക്ക് കിട്ടുമെന്നും ഞങ്ങൾ ആരും തന്നെ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള കാരണക്കാരാരാണ്? ഇപ്പൊ ആക്ഷേപിക്കുന്നുണ്ട് ചിലർ. ആരോ എന്നെയാണ് ആക്ഷേപിക്കുന്നത്. ഞാൻ എന്തോ നേതാവാൻ പോകുന്നു, ആജീവനാന്ത പ്രസിഡന്റ് ആവാൻ പോകുന്നു, എന്തൊക്കെയോ കെട്ടിപ്പടുക്കാൻ പോകുന്നു. ഞാൻ എന്നൊന്നും അല്ല കെട്ടിപ്പടുക്കുന്നത്. എനിക്ക് അങ്ങനെ വലിയ കെട്ടിപ്പടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ ഒരാവശ്യമുണ്ട്. ബോർഡിന്റെ കമ്പനിവൽക്കരണത്തിന് ശേഷം ഞാൻ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്ത ഋഷി കരാറിന്റെ മാസ്റ്റർ ട്രസ്റ്റിന്റെയും ഭാഗമായി ആ മാസ്റ്റർ ട്രസ്റ്റിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കി ബോർഡിൽ ഉണ്ടായിരുന്ന സർവീസ് പിന്നീട് റിട്ടയർ ചെയ്യുന്നവരും, അതായത് 2013 ഏപ്രിൽ 1 മുമ്പ് സർവീസ് ഉണ്ടായിരുന്ന റിട്ടയർ ചെയ്യുന്നവരും അന്ന് നിലവിലുള്ള 10-25,000 പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർക്ക് ഭാവിയിൽ അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നമുക്ക് നിയമ അനുവദനീയമായ പെൻഷന്റെ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഈ മാസ്റ്റർ ട്രസ്റ്റ് എന്നുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിയതും അതിന്റെ 2ാമത്തെ 3ാമത്തെ കക്ഷിയായിട്ട് ഒപ്പിട്ടതും ഞാൻ തന്നെയാണ്. ആക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു കമ്പനിയിലും പെൻഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്നിരുന്ന സർക്കാരിന്റെ ആ ഉത്തമ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ബോർഡംഗങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നുള്ള സർവീസ് സംഘടനകൾ, ട്രേഡ് യൂണിയൻ ആണെങ്കിലും ആഫീസർമാരുടെ സംഘടനകളും എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ ഋഷി കരാറും അതിന്റെ ഭാഗമായിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റ് 2017 ഏപ്രിൽ മാസം ഇൻകം ടാക്സിന്റെ അനുവാദത്തിനെല്ലാം ശേഷം ഔദ്യോഗികമായി തുടങ്ങിയ മാസ്റ്റർ ട്രസ്റ്റ് 2017 മുതൽ 2021 നമ്മൾ ഈ സംഘടന ഉണ്ടാവുന്ന കാലം വരെ അതിനകത്ത് യാതൊരു തുകയും നിക്ഷേപിച്ചിട്ടില്ല. ഉണ്ടായിരുന്നു. അന്ന് വിഭാവന ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന തുക മൊത്തം തൽപര കക്ഷികൾ അന്നിരുന്ന ചെയർമാന്റെ നേതൃത്വത്തിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാം മാറ്റി ബോർഡിന്റെ മറ്റ് മേഖലകളിലേക്ക് വിന്യസിച്ച് അവസാനം മാസ്റ്റർ ട്രസ്റ്റിൽ ഒന്നുമില്ലാത്ത അവസ്ഥയും. എന്നാൽ എല്ലാ മാസവും 1-ാം തീയതി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കളിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബോർഡിന്റെ റവന്യൂവിൽ നിന്നും ഒരു തുക മാസ്റ്റർ ട്രസ്റ്റിലേക്ക് കൈമാറുകയും നമ്മുടെ എല്ലാം അക്കൗണ്ടുകളിൽ 2ാമത്തെ ദിവസം നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ പെൻഷൻ തുകയായിട്ട് അത് വരുന്ന ഒരു ആൾക്കാരെ എളിപ്പേരാക്കുന്ന, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ എളിപ്പേരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്യണം. കാരണം ഇത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. ഭാവിയിൽ KSRTCക്ക് ഉണ്ടായ ഗതികേട് ബോർഡിലെ പെൻഷൻകാർക്ക് ഉണ്ടാകരുത് എന്നുള്ളതൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് അന്ന് നമ്മൾ സംഘടന തുടങ്ങിയത്. എന്തായാലും അന്ന് തുടങ്ങിയ നമ്മൾ ഓരോ വർഷവും ഓരോ മാസവും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരുടെയും പിടിച്ചു പറിച്ചുള്ള ഒരു സമ്പത്ത് ശേഖരണം നടത്തിക്കൊണ്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ഇന്നിവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നും ആവശ്യത്തിനുള്ള പൈസ തുക ചെലവാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ വലിയ ഫണ്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളാരും വലിയ മണിമാളയങ്ങളോ വലിയ കെട്ടിടങ്ങളോ വലിയ ഓഫീസുകളോ വാഹനങ്ങളോ അതിനകത്ത് കയറി യാത്ര ചെയ്യാൻ അതൊന്നും സംഘടനയുടെ പേരിൽ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം നമ്മളെല്ലാം ഈ അടുത്ത കാലത്തൊക്കെ നമ്മളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ തൊട്ട് 2 ദിവസം മുമ്പ് നമ്മുടെ മൂവാറ്റുപുഴയിലെ ഒരു ബഹുമാനീയ അംഗം ശ്രീ സോമൻ അദ്ദേഹം നിര്യാതനായി. അപ്പൊ അദ്ദേഹം അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാം പേരിലുള്ള അനുശോചനവും കൂടി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം പെൻഷൻകാരുടെ കാര്യങ്ങൾ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സംഘടന ഈ വാട്സാപ്പ് സംഘടന എന്ന നമ്മളെ ആക്ഷേപിക്കപ്പെടുന്ന സംഘടന ഉണ്ടായി 4 മാസത്തിനകത്ത് അന്ന് ഏതാണ്ട് 100-400 പേരേ ഉള്ളൂ വാട്സാപ്പിനകത്ത്. അന്ന് നമ്മളെ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് കോഴിക്കോട് രമേശനല്ലേ പ്രകാശന് എറണാകുളം ലേക്ചർ ആശുപത്രിയിൽ വെച്ച് ഒരു കരൾമാറ്റ ശസ്ത്രക്രിയ, അദ്ദേഹത്തിന് വളരെ 10,000 രൂപ കണ്ടേ പെൻഷൻ ഉള്ളൂ, വേറെ യാതൊരു സാമ്പത്തിക വരുമാനവും ഇല്ലാത്തൊരു കക്ഷി. അന്ന് എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, 4-5 ലക്ഷം രൂപ വേണം, നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങളൊരു റിക്വസ്റ്റ് തരുക, ഞാൻ ഗ്രൂപ്പിലെല്ലാം ഇടാം. എല്ലാ ഗ്രൂപ്പിലും ഇട്ടു.
കേവലം 4 ദിവസം കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അന്ന് ഇത്രയും ഈ 4000 ഒന്നും ഇല്ല. 400 പേർക്കകത്തെ മെമ്പേഴ്സ് ഉള്ള എല്ലാവരും തന്നെ സഹകരിച്ചില്ല. എല്ലാവരും കൂടി 4 ലക്ഷം രൂപ 4 ദിവസം കൊണ്ട്, 4 ലക്ഷം അല്ലേ, 4.25 ലക്ഷം രൂപ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് 4 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ അവിടെ ലേക്ഷോർ ആശുപത്രിയിൽ VP രാധാകൃഷ്ണൻ, നമ്മുടെ ശ്രീദേവി മാഡവും ഇവരെല്ലാം ഇവിടെ കൊണ്ടുപോയി കെട്ടിവെച്ചു. അദ്ദേഹത്തിന് ഓപ്പറേഷൻ നടത്തി സുഖമായിട്ട് അദ്ദേഹം ഇപ്പോഴും കോഴിക്കോട് ജീവിക്കുന്നു. തൊട്ടടുത്ത തൊടുപുഴയില് ഇല്ലേ 6 ലക്ഷം രൂപ, ഏകദേശം 6 ലക്ഷത്തിൽ പരം രൂപ അദ്ദേഹത്തിന്റെ എന്താണ് അന്ന് കരൾമാറ്റമല്ലേ, അതിനുവേണ്ടി നമ്മൾ സ്വരൂപിച്ചെടുത്തു. ഇന്നിപ്പോ സാധാരണത്തിന് വേണ്ടി നിങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതെല്ലാം ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. നമ്മളെ ഇപ്പൊ ആക്ഷേപിക്കുകയാണ്. ഇപ്പൊ ആക്ഷേപമൊക്കെ ഒരു പരിധി നിർത്തി തുടങ്ങി. കാരണം ആരോഗ്യ ഇതിനകത്ത് എന്തൊക്കെ ബിസിനസ് നടത്താൻ പോകുന്നു. പുതുതായി പകരം വേറെ ഏതോ ഒരു കമ്പനി ഇവിടെ കൂട്ടായ്മക്കാരെ ഉണ്ടാകാൻ പോകുന്നു. അപ്പൊ അവർ അതിനു വേണ്ടിയാണ് ഈ സംഭവം നടന്നത്. അതിനൊന്നും അല്ല. നമുക്ക് എത്ര കാര്യങ്ങൾ നേടിയെടുത്തു ഈ സംഘടന. ആദ്യമായി ചെയ്തത് എന്താണ്, നമ്മൾ അവിടെ ഈ പെൻഷൻകാര് പോയാൽ അവിടെ ഒന്ന് വൈദ്യുതി ഭവനിലൊന്ന് കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒരു മുറി ഒറ്റ ദിവസം കൊണ്ടാണ് ഉത്തരവ് ഇറക്കി ഉണ്ടാക്കിയെടുത്തത്. രണ്ടാമതായിട്ട് എന്താണ്, നിങ്ങൾക്കെല്ലാം ID കാർഡ്. ഇപ്പൊ ആരും ID കാർഡ് എടുക്കുന്നില്ല അല്ലേ, പേഴ്സുകളിൽ എല്ലാവരെയും കാണും. ചില സ്ഥലത്ത് മാലയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ജീവനക്കാർക്ക് ഉൾപ്പെടെ പെൻഷൻകാർക്ക് ഉൾപ്പെടെ എവിടെ പോയാലും നമ്മുടെ ഐഡന്റിറ്റി കാണിക്കാൻ, നമ്മുടെ ആധാർ കാർഡ് പോലെ, നമ്മുടെ എന്താണ് പാൻ കാർഡ് പോലെ നമ്മുടെ ഐഡന്റിറ്റി കാർഡ്, പെൻഷനർ, KCB പെൻഷനർ ആരൊപ്പിട്ടത്, ബോർഡിന്റെ ഒരേ ഒരു വ്യക്തി CPO ഒപ്പിട്ട ID കാർഡ്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ID കാർഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇവിടുത്തെ ഭാരവാഹികളെ കണ്ട ഒരു അപേക്ഷ കൊടുത്ത് ഇവിടുന്ന് ഒരു 10 പേർക്ക് ഒന്നിച്ചേ കിട്ടുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അത് വാങ്ങിക്കണം. നമ്മുടെ ഒരു അവകാശമാണ്. ഇതാരുണ്ടാക്കിയതാണ്? KCB പെൻഷനേഴ്സ് കൂട്ടായ്മ. നമ്മുടെ പുറകില് ഏറ്റവും അവസാനം എന്താണ്, ഇപ്പോഴും നമ്മുടെ നമ്മുടെ എന്താണ് ജീവൻ പ്രമാണം, നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്. എന്തിനാണ് ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഡെസ്കിൽ വന്ന് പിരിവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം. മറ്റേത് അങ്ങനെയല്ല. അവിടെ പിരിവ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പിരിവ്, പിന്നെ വേറെയുണ്ട് കുപ്പി കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. നമുക്ക് കുപ്പിയും വേണ്ട, ഒന്നും. ഞാൻ തന്നെ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 1200 പേർക്ക് ഫ്രീ ആയിട്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുത്തു. ഇടുക്കിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാം. മൂവാറ്റുപുഴയിൽ ആരും ഒക്കെ ഉണ്ട്. കൈ പൊക്കുന്നു. ഒന്നുമില്ല. 5 മിനിറ്റിന്റെ കാര്യമല്ലേ. മെസ്സേജ് വന്നില്ലേ? 5 പൈസ മുടക്കിയോ? ഇല്ല. മറ്റേത് അങ്ങനെയല്ല. 500, 1000, പിന്നെ കീശ, പിന്നെ കുപ്പി, ഇതൊക്കെയാണ്. ഏതാ ഓഫീസുകൾ കയ്യേറി, പെൻഷൻ കാർഡിന്റെ പേരിൽ ഓഫീസുകൾ കയ്യേറി, പെൻഷൻ ആ സംഘടനക്കാർ അത് ഉപയോഗിക്കുന്നു. ആ ആൾക്കാരെ എന്താണ് വിഷമഘട്ടത്തിലാക്കുന്നു. അവിടെ പോകുമ്പോ പറയും 2000 രൂപ അത് വേണം. പിന്നെ അവിടെ ബോർഡിന് 40 ലക്ഷം രൂപ നഷ്ടമാണ്. ഇപ്പൊ 40 ലക്ഷം രൂപയെ KSE ബോർഡിന് നഷ്ടമാണ്. അതുകൊണ്ട് ഫാമിലി പെൻഷൻ ആയാൽ നിങ്ങൾ 2000 രൂപ ഞങ്ങൾ പിരിവ് കൊടുക്കണം ബോർഡിന്. നടന്ന സംഭവമാണ്. അപ്പൊ ഇതിനൊന്നും അല്ല നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യം. അതുപോലെ നമ്മുടെ പെൻഷൻ ബുക്കിന്റെ 2ാമത്തെ ഭാഗം അതിന് ഉത്തരവുണ്ടാക്കി എടുത്തു. പിന്നെ ഏറ്റവും അവസാനം എന്താണ്, നേരത്തെ പറഞ്ഞ നമ്മുടെ പെൻഷൻ സുരക്ഷയുടെ ഭാഗമായി നമ്മളെ പല നിവേദനങ്ങളും മന്ത്രിക്ക് കൊടുത്തു, ബോർഡിന് കൊടുത്തു, ചെയർമാന് കൊടുത്തു, അവിടെ കൊടുത്തു, FIക്ക് കൊടുത്തു. ഒരു ഫലവും ഇല്ല. അവസാനം എന്തായി? മന്ത്രി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഇതേ നിങ്ങൾ വിചാരിച്ചാലും ഇത് ഞങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യും. അല്ലേ വിമൽ ചന്ദ്? നിങ്ങൾ റിട്ട് ഫയൽ ചെയ്യും. നിങ്ങളുടെ അവകാശമാണ് പെൻഷൻ. ആരാണ്? ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് നമ്മളത് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, സാറേ നമ്മൾ ചെയ്തു. നമ്മുടെ VP രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ലീഗൽ സമിതി കൃത്യമായ കാര്യങ്ങൾ അവലോകനം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. സാധാരണ വിചാരണയും വിവസ്ഥാനവും ഒക്കെ കാണും. അതൊന്നും ഇല്ലാതെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാർ ഉത്തരവിട്ടു. ന്യായമായ കാര്യമാണ്. KSRTC പോലെ KSEBയിലെ ജീവനക്കാര്, പെൻഷൻകാര് പട്ടം ചുറ്റിക്കാനായിട്ട് പറ്റില്ല. അവരവിടെ പോയി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മറ്റേ മണ്ണ് സദ്യ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യവസായികമായ ഒരു നിയമ ചട്ടക്കൂടുള്ള ലീഗൽ ചട്ടക്കൂടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്, മാസ്റ്റർ ട്രസ്റ്റ്. ആ മാസ്റ്റർ ട്രസ്റ്റിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ, നടപടിക്രമങ്ങൾ എടുത്ത് അതിനകത്ത് ഫണ്ട് സ്വരൂപിച്ച്
പെൻഷൻകാരുടെ ഭാവി ബാധ്യത എത്ര കൊല്ലത്തേക്കുണ്ടോ അത്രയും കൊല്ലത്തേക്കുള്ള ഭാവി ബാധ്യത നിലനിർത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മളെ ഹിയറിംഗ് നടത്തണം. ഹിയറിംഗ് നടത്തി അതിന് തീരുമാനമായി. അത് താമസിപ്പിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ വിട്ടില്ല. നമ്മുടെ ലീഗൽ സമിതി, നിങ്ങളെല്ലാം സഹായിച്ച ലീഗൽ സമിതിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യം കൊടുത്തപ്പോൾ പിന്നെ നിൽക്കക്കള്ളിയില്ലാതെ അവസാനം 6/9/24 ഉത്തരവിറക്കി. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത്? മാസ്റ്റർ ട്രസ്റ്റിൽ നിബന്ധന എന്തെല്ലാം പറയുന്നുണ്ടോ അത് കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ കുറെ കാലമായി മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഫണ്ട് നിക്ഷേപിക്കാത്തതിന് അത്രയും ഫണ്ട് ബോർഡ് 24% പലിശ വെച്ചിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മള് കൂട്ടായ്മ നിൽക്കുന്ന മാസ്റ്റർ പെൻഷൻ സുരക്ഷ. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയപ്പോ അതിന് എതിരെ എന്താണ് NCCOEE കഴിഞ്ഞ 1-ാം തീയതി എങ്ങാണ്ട് ഇവിടെയൊക്കെ എന്തോ ഒരു ധർണയൊക്കെ നടന്നു. ധർണയോ സിന്ദാബാദ് വിളിയൊക്കെ നടന്നു. എന്തിനാ? അതിനകത്ത് ആരൊക്കെയാണ്? നമ്മുടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് വർക്കേഴ്സ്, അവരുടെ പെൻഷൻകാരുടെ കാര്യത്തിൽ കോൺട്രാക്ട് വർക്കേഴ്സ്, പിന്നെ ബോർഡിലെ നിലവിലുള്ള ജീവനക്കാരുടെ സംഘടന, അംഗീകാരമുള്ളവര് 1-ാം നമ്പർ 2-ാം നമ്പർ. പക്ഷെ അവരൊക്കെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അവർ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവസാനം ആകെ അതിന് കാരണം നമ്മുടെ ആലപ്പുഴ സമ്മേളനം ഇതേപോലെ 400 പേരുള്ള ആ സമ്മേളനം എന്നെ നടത്തിപ്പതെല്ലാം കണ്ട് ആകെ അന്താളിച്ച് ഫേസ്ബുക്കിൽ കൂടെ ഇപ്പൊ നമ്മളെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവർ ഇപ്പൊ ഒന്നും അനങ്ങുന്നില്ല, പത്തി മടക്കി. കാരണം ബോർഡിലെ ജീവനക്കാർക്ക് മനസ്സിലായി, ബോർഡിലെ പെൻഷൻകാർ ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ, അല്ലാതെ രാഷ്ട്രീയമില്ല, ട്രേഡ് യൂണിയൻ ഇല്ല, നിറമില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരും ഉണ്ട്. അതേസമയം അവിടെ എന്താണ്? അവിടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയാണ്. നമുക്ക് രാഷ്ട്രീയം ഒന്നും വളർത്തണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോളൂ. കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ ആരെങ്കിലും BJP പെൻഷനേഴ്സ് കൂട്ടായ്മക്കാരെ എവിടെയെങ്കിലും ഈ എന്താണ് കുടുംബയോഗം നടത്തി ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ആരടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്, അല്ലേ? ഉണ്ടോ? ഇല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ കുടുംബയോഗം നടത്തി ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക, ജയിച്ചോ തോറ്റോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമുക്ക് അങ്ങനെ വോട്ടിന്റെ കാര്യമില്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആർക്കെതിരെയും സമരം ചെയ്യണ്ട. 2014 അല്ലെങ്കിൽ 17 മുതൽ പ്രാവർത്തികമായിട്ടുള്ള ലീഗൽ, നേരത്തെ ഞാൻ പറഞ്ഞ നിയമപ്രകാരമുള്ള ഒരു മാസ്റ്റർ ട്രസ്റ്റ് എന്നുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനം കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ജാഗ്രത. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനിയുണ്ട്. നമ്മുടെ വെൽഫെയർ ഫണ്ട് 2003 സർക്കാരിൽ ഉത്തരവ് ഇറങ്ങി ആവശ്യമുള്ളവർക്ക് വെൽഫെയർ ഫണ്ട് അവരുടെ പെൻഷനിൽ നിന്നും, സർക്കാരിലെ പെൻഷൻകാരിൽ നിന്നും അവരുടെ പെൻഷനിൽ നിന്ന് 45 രൂപ വീതം പിടിച്ചു കഴിഞ്ഞാൽ അവര് മരണപ്പെടുമ്പോൾ അവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ കിട്ടും. ഇവിടെ എന്തുകൊണ്ടത് നടപ്പിലാക്കുന്നില്ല? ഈ സംഘടന വലിയ സംഘടന, 88 മുതൽ പാരമ്പര്യമുള്ള സംഘടന, അവർക്ക് നടപ്പിലാക്കിയാൽ എന്താണ് കുഴപ്പം? നടപ്പിലാക്കിയില്ലെങ്കിൽ 87 ലക്ഷം അടിച്ചു മാറ്റിയതുകൊണ്ട് ഇൻഷുറൻസ് സമ്പ്രദായം തുടങ്ങി കുറെ ഇപ്പൊ നമ്മുടെ ജീവനക്കാരെ, നമ്മുടെ പാവം പെൻഷൻകാരെ എല്ലാം എന്താണ് വെള്ളത്തിലാക്കിയതുപോലെ ഈ ആ ഒരു പരിപാടി, സാമ്പത്തിക സമാഹരണ മാർഗങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല അവർക്ക്. നമുക്ക് ഇപ്പൊ നമ്മളാണ് ബോർഡ് ജീവനക്കാർക്ക് വേണ്ടി പുതിയൊരു പെൻഷൻ ഇൻഷുറൻസ് സമ്പ്രദായം ഏർപ്പെടുത്താൻ പോയപ്പോൾ കൂട്ടായ്മയാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ആ ഒരു സ്കീമിന് മെമ്മോറാണ്ടം കൊടുത്തത് എല്ലാം നമ്മളാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അത് നടപ്പിലാക്കാൻ പോകുന്നു. ഏതാണ്? പെൻഷൻകാർക്ക് ഇൻഷുറൻസ് വളരെ ചെറിയൊരു തുക, അവർ 500 രൂപ, അതൊക്കെ അവർ തീരുമാനിക്കും. നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക. 500 രൂപ 1000 രൂപയെ പ്രതിമാസം ആവശ്യമുള്ളവർ കൊടുത്താൽ 5 ലക്ഷം രൂപ വരെ, അല്ലെ 4, അതൊക്കെ അവർ തീരുമാനിക്കേണ്ടത്. പക്ഷെ നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് ജാഗ്രതാ സദസ്സിലെ ഒരാവശ്യം നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബോർഡിന്റെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ബോർഡ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണം. അതിനുവേണ്ടി മണിയാർ നമ്മളെ മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ് മണിയാർ പ്രോജക്റ്റ്. 30 കൊല്ലം കഴിഞ്ഞ് ആ പ്രോജക്റ്റ് ഏൽപ്പിക്കണം, KSEB ഏൽപ്പിക്കണം. അത് ഏൽപ്പിക്കണം എന്ന് വളരെ മുൻ നമ്മുടെ CMD രാജൻ സാറിൽ എഴുതിയപ്പോൾ, സർക്കാരിലേക്ക് എഴുതിയപ്പോൾ അദ്ദേഹത്തെ പിന്നെ ആ സീറ്റിൽ പോലും കാണാനില്ല. പിന്നീട് വേറെ അവിടെ നിർദ്ദേശം വന്ന് നിങ്ങളെ റിവൈസ് പ്രപ്പോസൽ തരാൻ. ആർക്ക് വേണ്ടി? കാർബോർണത്തിന് വേണ്ടി, അത് കൊടുക്കുന്നതിന് വേണ്ടി. ഇവിടെ നിലവിലുള്ള സർവീസ് സംഘടനാ നേതാക്കന്മാരും തന്നെ, സംഘടനകൾ ആരും തന്നെ അതിന് ഒരു അഭിപ്രായം പറയുന്നില്ല.
ആരും ഒരാൾ മാത്രം ഇപ്പോൾ വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങി വെച്ചത് നമ്മളാണ്, കൂട്ടായ്മക്കാരാണ്. പത്തനംതിട്ടയിലെ അതിനുവേണ്ടി ഒരു ഗംഭീരമായ ഒരു മാർച്ചും ഒരു ജാഥയും അവിടെ വൈദ്യുതി ഭവന് മുമ്പിൽ നമ്മൾ ജാഗ്രതാ സദസ്സിന്റെ ഉദ്ഘാടന യോഗവും നടത്തി. നമ്മൾ ആവശ്യപ്പെട്ടത് എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നു. ഇനി വരുന്നില്ല, മണിയാറിന്റെ പുറകിൽ അടുത്തത് വരുന്ന കുത്തുങ്കൽ, ഈ ജില്ലയിലുള്ള കുത്തുങ്കൽ 21 മെഗാവാട്ട്. അടുത്ത കൊല്ലം അതിന്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ അത് ബോർഡ് ഏറ്റെടുക്കണം, അല്ലാതെ അതിന്റെ കമ്പനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബോർഡിന്റെ ഈ പവർ പർച്ചേസ്, അതിനകത്ത് കാര്യമായ നിയമപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ വൈദ്യുതി ഉൽപാദനം കൂട്ടണം. ഇപ്പൊ ഇടുക്കി ജില്ലയിലാണല്ലോ വൈദ്യുതി ഉൽപാദനത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം ഇടുക്കി ജില്ലയാണല്ലോ. ജലവൈദ്യുത പദ്ധതികളുടെ ഇപ്പൊ തന്നെ മുടങ്ങി കിടന്ന ചില തീർന്നുകൊണ്ടേയിരിക്കുന്നു. നോട്ടിയാർ ഉദ്ഘാടനം ചെയ്തു, പള്ളിവാസൽ എക്സ്റ്റൻഷൻ ഉടനെ നടക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി കൂട്ടിയാൽ മാത്രമേ പെൻഷൻകാർക്കായാലും ജീവനക്കാർക്കായാലും രക്ഷയുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായി ലഭിക്കേണ്ട നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടണം, കമ്മ്യൂട്ടേഷൻ കിട്ടണം, ജനറൽ ലീവ് സെന്റർ കിട്ടണം, അതേപോലെ തന്നെ നമ്മുടെ പെൻഷൻ കിട്ടണം, DR കിട്ടണം. DR വേണ്ടി ഒരു ഉത്തരവ് ഇറക്കി. ഇപ്പൊ ഗഡുക്കള് 10 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അംഗീകൃതന്മാരും അംഗീകൃതം അല്ലാത്തവരും ആരും തന്നെ രംഗത്തില്ല. ഇപ്പൊ നമ്മളാണ് അതിന്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബോർഡിന്റെ മുമ്പിൽ വരുന്നത്. നമ്മുടെ ജാഗ്രതാ സദസ്സ് 9ാമത്തെ സദസ്സാണ്. നാളെ മറ്റന്നാള് കോട്ടയത്ത് നടക്കുന്നു, അത് കഴിഞ്ഞ് കണ്ണൂർ കോഴിക്കോട് നടക്കുന്നു, വയനാടും മലപ്പുറത്തും നമ്മൾ ഒഴിവാക്കി. 26ാം തീയതി തിരുവനന്തപുരത്തിന്റെ സമര സമ്മേളനം. നമ്മളൊരു ഗംഭീര പെൻഷൻകാരുടെ ജനാവലി എന്ന് പറഞ്ഞാൽ പെൻഷൻകാരുടെ വലി, അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വൻ യോഗം നമ്മൾ നടത്തും. ആ യോഗത്തിൽ വെച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പെൻഷനർക്ക് വേണ്ടി നമ്മൾ സ്വരൂപിക്കുന്ന തുക ഫണ്ട് അത് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറുന്നു. ഇതൊക്കെ ഇവരെ കൊണ്ട് നടക്കുവോ? ഫേസ്ബുക്കിലും മറ്റ് മീറ്റിങ്ങുകളിലും ഒക്കെ ആക്ഷേപിക്കുകയാണ്. എന്താണ് ആക്ഷേപം? ആക്ഷേപിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പെൻഷൻ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് അംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണക്കാർ നമ്മളാരുമല്ല, അവർ തന്നെയാണ്. കാരണം അത് രാഷ്ട്രീയമില്ല, പിരിവില്ല. പിരിവെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വന്നതിൽ നിങ്ങളെല്ലാം പോക്കറ്റിൽ നിന്ന് നോക്കിയിട്ടുണ്ട്, ചെലവാകാതെ നടക്കില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഗംഭീരമായ സമ്മേളനം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. അന്ന് ബഹുമാനനായ മന്ത്രി എടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണോ നമ്മളെ ഡ്യൂട്ടി? ഇവിടെ VP രാധാകൃഷ്ണനെ കുറിച്ച് പറയും. നവംബർ 1 ഇറക്കിയ ആ ഡ്യൂട്ടി പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഡ്യൂട്ടി അല്ല. അതിനകത്ത് നമ്മുടെ മാസ്റ്റർ ട്രസ്റ്റിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം, ഒരു ഖണ്ഡികയുണ്ട്. അപ്പൊ അതിന് നമ്മൾ സ്റ്റേ ചെയ്ത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രാജൻ കോട്ടകളെ നമ്മൾ പോയപ്പോ പറഞ്ഞത് എന്താണ്? മിസ്റ്റർ റാവുത്തർ, ഐ ആം ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡിസ്പേഴ്സ് യുവർ പെൻഷൻ only because of your court order. അതായത് നിങ്ങൾ കോടതിയിൽ പോയി ആ ഓർഡർ സസ്പെൻഡ് ചെയ്ത് പ്രതിമാസം 120 കോടി രൂപ ബോർഡിൽ ഇപ്പോഴും ഇന്നും നിലനിർത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെൻഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ആദ്യം അദ്ദേഹം സർവീസിൽ ജോയിൻ ചെയ്യുമ്പോ അവിടെ എടുത്ത തീരുമാനം ഈ മാസം പെൻഷൻ കൊടുക്കണ്ട എന്നാണ്. അല്ലേ? നമ്മൾ ഇടപെട്ടു, അല്ലേ വിമൽ ചന്ദ്? നമ്മൾ ഇടപെട്ടു. സാറേ ശരിയല്ല, സാറ് വന്നുടനെ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് KSRTCയിലെ പോലെ ബോർഡിലെ പെൻഷൻകാരെ വഴിയാക്കാൻ സാർ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിരാഹാരം ഇരിക്കും സാറിന്റെ മുറിയുടെ മുമ്പിൽ. ആരാണ്? പെൻഷനേഴ്സ് കൂട്ടായ്മ. ഈ വലിയ പാരമ്പര്യം അവശേഷിക്കുന്ന ഒരു സംഘടനക്കാരെ അവൻ കണ്ടില്ല, അവിടെ കണ്ടില്ല. അപ്പൊ ഇതാണ് കൂട്ടായ്മ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ എല്ലാം കൂട്ടുകാര്, ഇനി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പോകുന്നവര്, ചെറുപ്പക്കാരായ നമ്മുടെ എല്ലാ ആൾക്കാരെയും കൂട്ടായ്മയിലേക്ക് മെമ്പർഷിപ്പ് എടുപ്പിക്കാനുള്ള എല്ലാ പരിപാടികളിലും നിങ്ങളെ ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിനോട് സഹകരിപ്പിക്കണം. അടുത്ത തവണ ഇവിടെ മീറ്റിംഗ് കൂടുമ്പോൾ ഇന്നുള്ളതിന്റെ 4 ഇരട്ടി ആൾക്കാർ ഈ യോഗ സദസ്സിൽ കാണണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം. എന്തിനു വേണ്ടി? നമ്മുടെ പെൻഷൻ സുരക്ഷയ്ക്ക് വേണ്ടി. അത് മാത്രമാണ് എന്റെ ആവശ്യം, നമ്മുടെ ആവശ്യം, കൂട്ടായ്മയുടെ ആവശ്യം. അല്ലാതെ നമുക്ക് രാഷ്ട്രീയക്കാരെ വളർത്താനോ നേതാക്കന്മാരെ വളർത്താനോ അവർക്കെല്ലാം പൈസ പിരിച്ചു കൊടുക്കാനോ ഇതൊന്നും നമ്മുടെ ലക്ഷ്യമേ അല്ല. നമുക്ക് ഈ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഇന്ന് ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വൈദ്യുതി ഭവന് മുമ്പിൽ നടക്കുന്ന ഈ കൂട്ടായ്മയുടെ 9ാമത്തെ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ ജെയിംസ് എം ഡേവിഡ് അവർ ഇന്ന് ഈ ജാഗ്രതാ സദസ്സ് ഇവിടെ
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റും ഇലക്ട്രിസിറ്റി ബോർഡിലെ മുൻ KSEB ലിമിറ്റഡിന്റെ മുൻ ഡയറക്ടറുമായ ആയിരുന്ന ശ്രീ M. മുഹമ്മദ് അലി റൌത്തർ അവർ ആമുഖ പ്രസംഗം നടത്തിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AV വിമൽചന്ദ്, സംഘടനയുടെ മധ്യമേഖലാ സെക്രട്ടറി ശ്രീമതി EP ശ്രീദേവി, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ EN വേണുഗോപാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രമേശ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ എബ്രഹാം, ജില്ലാ സെക്രട്ടറി ശ്രീ ഡെന്നീസ് ലോറൻസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, തൊടുപുഴ ഇലക്ട്രിക്കൽ സർക്കിളിലെ പ്രിയപ്പെട്ട ജീവനക്കാരെ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, നമ്മുടെ ജാഗ്രതാ സദസ്സ് ഒരു യാഗാശ്വത്തെ പോലെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം 27-ാം തീയതി വൈദ്യുതി ബോർഡിന്റെ സ്വത്തായിട്ടുള്ള മണിയാർ ജലവൈദ്യുത പദ്ധതി കാലാവധി തീരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഊർജക്ഷാമവും നേരിടുന്ന സാഹചര്യത്തിൽ കരാർ വ്യവസ്ഥയനുസരിച്ച് വൈദ്യുതി ബോർഡ് ഏറ്റെടുക്കണമെന്ന് സംസ്ഥാനത്ത് ആദ്യത്തെ പ്രഘോഷണം നടത്തിക്കൊണ്ടാണ് നമ്മുടെ ജാഗ്രതാ സദസ്സ് ആരംഭിച്ചത്. 3 ഘടകങ്ങളെ അതിന്റെ എല്ലാ വിധത്തിലുള്ള അർത്ഥഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടാണ് നാം ജാഗ്രതാ സദസ്സിന് തുടക്കമിട്ടത്. അത് 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, വൈദ്യുതി ബോർഡിലെ 40,000-ത്തിലധികം വരുന്ന പെൻഷൻകാരുടെ ജീവിത മാർഗമായിട്ടുള്ള പെൻഷന് സുരക്ഷ ഏർപ്പെടുത്തുക. മറ്റൊന്ന്, വൈദ്യുതി ബോർഡിന്റെ അല്ലെങ്കിൽ KSEB ലിമിറ്റഡിന്റെ, കേരളത്തിന്റെ ഏറ്റവും വലിയ പൊതുസ്വത്തായിട്ടുള്ള വൈദ്യുതി ബോർഡിന്റെ KSEB ലിമിറ്റഡിന്റെ സാമ്പത്തികമായ സുസ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് വിലയിരുത്തി അതിന്റെ സുസ്ഥിരമായ വളർച്ച ഉറപ്പുവരുത്തുക. 3, വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരെ ചൂഷണപൂർണമായ സാമൂഹ്യ സേവനത്തിന്റെ മറവിൽ നടത്തുന്ന ക്രൂരമായ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കുക. ഈ 3 ആപ്തവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ജാഗ്രതാ സദസ്സിന് മുന്നോടിയായി തന്നെ ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ടു. ഇപ്പോൾ ജാഗ്രതാ സദസ്സിന്റെ സാങ്കത്യം എന്ന് പറയുന്നത്, പ്രാധാന്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 3 വർഷം കൊണ്ട് വൈദ്യുതി ബോർഡിലെ പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം അപ്രതിരോധ്യമായ അതിശക്തമായ മുന്നേറ്റവും അതിന്റെ നേട്ടങ്ങളും അതിന്റെ അലയൊലികളും വൈദ്യുതി ബോർഡിന്റെ ചുറ്റുവട്ടത്തും ഉള്ളിലും പ്രതിധ്വനിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലത്ത് തമ്പടിച്ചിരുന്ന പെരിച്ചാഴികൾ വളരെ പരിഭ്രാന്തി പൂണ്ട് ഇല്ലാവചനങ്ങളും അല്ല എങ്കിൽ വസ്തുതകൾ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും ഇക്കാലം അത്രയും ഒളിപ്പിച്ചു വച്ച, ഗൂഢമായി മറച്ചുവച്ച പതിവ് ശൈലിയുടെ കവചങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തിലെ ജീവനക്കാരും പെൻഷൻകാരും കേരളത്തിന്റെ പൊതുസമൂഹവും വൈദ്യുതി ബോർഡിനെ വസ്തുതാപരമായി വിശകലനം ചെയ്യണമെന്നും KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഉയർത്തുന്ന വസ്തുതകളെ വിമർശനപരമായി വിലയിരുത്തി ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നതിന് സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ജാഗ്രതാ സദസ്സുകൾ നടത്തുന്നത്. ഞാനിത് പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞ് പരത്തിയ ഒന്നല്ല. നിങ്ങൾക്കറിയാം, 2013 വൈദ്യുതി ബോർഡ് കമ്പനിയായി. വൈദ്യുതി ബോർഡ് കമ്പനിയായി 9 വർഷക്കാലം
KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കോവിഡിന്റെ രൂക്ഷ സാഹചര്യത്തിൽ ജന്മം കൊണ്ട് അനിവാര്യമായ ഘടകങ്ങൾ വിലയിരുത്തി വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ മുടങ്ങുമെന്ന സാഹചര്യം വൈദ്യുതി ബോർഡിന്റെ മാനേജ്മെന്റ്, വൈദ്യുതി ബോർഡിന്റെ CMD, വൈദ്യുതി വകുപ്പ് ഭരിക്കുന്ന മന്ത്രി, വൈദ്യുതി ബോർഡിൽ കമ്പനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, ക്രിയാത്മകമായി പ്രവർത്തിച്ച് പെൻഷൻ സുരക്ഷ നിയമപരമായി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, ജീവിച്ചിരിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ഇവരൊക്കെ ഒന്നടങ്കം പറഞ്ഞിട്ടും വൈദ്യുതി ബോർഡിലെ 30 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യം, 40 വർഷത്തോളം പാരമ്പര്യം അവകാശപ്പെടുന്ന പെൻഷൻകാരന്റെ സംഘടന, വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയനുകളുടെ പുതിയ നേതൃത്വം, എന്താ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ആ കുരുടൻ ആനയെ കണ്ടതുപോലെ പിച്ചും പേയും പറയുന്ന ഒരു സാഹചര്യത്തിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ വിശകലനങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാതെ ഉറക്കം തൂങ്ങുന്ന സാഹചര്യത്തിൽ, അന്നം മുട്ടുന്ന സാഹചര്യത്തിൽ ഇതല്ല വൈദ്യുതി ബോർഡിന്റെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നും വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട പെൻഷൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമപരമായ നടപടികൾ മനസ്സിലാക്കിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പെൻഷൻ സുരക്ഷ ഉറപ്പാക്കുവാൻ കഴിയുമെന്നും ഉറപ്പാക്കേണ്ടതാണെന്നും അത് ആരുടെയും ഔദാര്യത്തിന്റെ പ്രശ്നമല്ലെന്നും വൈദ്യുതി ബോർഡിൽ പണിയെടുക്കുന്ന 20,000-ൽ പരം വരുന്ന ജീവനക്കാരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ബാധകമായിട്ടുള്ള ജീവനക്കാരുടെയും 40,000 വരുന്ന പെൻഷൻകാരന്റെയും ഇലക്ട്രിസിറ്റി ആക്ട് മുതൽ ത്രികക്ഷി കരാർ വരെ, മാസ്റ്റർ ട്രസ്റ്റിന്റെ ബൈലോ വരെ, ട്രാൻസ്ഫർ സ്കീം വരെ പരിരക്ഷിച്ചിട്ടുള്ള ഒന്നാണ്. അത് യാഥാർത്ഥ്യമാക്കി എടുക്കേണ്ടതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനം ആരംഭിച്ചത്. 2022-ൽ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷന്റെ പൊതുതെരഞ്ഞെടുപ്പിൽ വൈദ്യുതി ബോർഡിലെ പെൻഷൻ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും അതിൽ വൈദ്യുതി ബോർഡിന്റെ മാനേജ്മെന്റ് വച്ചു പുലർത്തുന്ന കടുത്ത നിയമലംഘനവും ഉയർത്തിക്കൊണ്ടാണ് നാം പെൻഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട നമ്മളുടെ ആധികാരികവും ഔദ്യോഗികവുമായ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിച്ചത്. റെഗുലേറ്റർ എന്ന നിലയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ അന്നത്തെ ചെയർമാന് ഇതുവരെ ഉണ്ടായിട്ടുള്ള വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട മാസ്റ്റർ ട്രസ്റ്റിന്റെ വികാസ പരിണാമങ്ങൾ, സംഭവ വികാസങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട്, ത്രികക്ഷി കരാറിലെ വ്യവസ്ഥകൾ വ്യക്തമാക്കിക്കൊണ്ട്, ട്രാൻസ്ഫർ സ്കീം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ട്രാൻസ്ഫർ സ്കീമിന്റെ ഭേദഗതി അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡും സർക്കാരും പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അതിന്റെ നിജസ്ഥിതി, ഇന്നത്തെ അവസ്ഥ ബോധ്യമാക്കിക്കൊണ്ട് നിയമപരമായ നടപടികളുമായി, നിയമ സമരങ്ങളുമായി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ മുന്നോട്ട് പോകും എന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് തുടങ്ങിയതാണ് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പ്രവർത്തനം. വൈദ്യുതി ബോർഡിന്റെ ഭരണതലത്തിലുള്ളവർ, സർക്കാരിന്റെ ഭരണതലത്തിലുള്ളവർ, റെഗുലേറ്ററി കമ്മീഷൻ, ഇതുപോലെയുള്ള എല്ലാ അധികാരി വർഗങ്ങളുടെയും സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെയും മുമ്പിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ട്, വിശദീകരിച്ചുകൊണ്ട് വളരെ വിശദമായ നിവേദനങ്ങൾ, ആക്ഷേപങ്ങൾ, മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ച് ഘട്ടം ഘട്ടമായി അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായി, സത്യസന്ധമായി, സുതാര്യമായി മുന്നോട്ടു പോയി വൈദ്യുതി ബോർഡിന്റെ വിഷയം, ഗുരുതരമായിരിക്കുന്ന പെൻഷൻ പ്രതിസന്ധി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരും പെൻഷൻകാരും മാത്രമല്ല, കേരളത്തിന്റെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ, ഇരിക്കപ്പൊറുതിയില്ലാതെ വളരെ ജുഗുപ്സാവഹമായ, അത്യന്തം മ്ലേച്ഛമായ ജീവനക്കാരെയും പെൻഷൻകാരെയും കബളിപ്പിക്കുവാനുള്ള വിഫല ശ്രമവുമായി ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തോടെ നമ്മളുടെ ജാഗ്രതാ സദസ്സുകൾ മുന്നേറി 26-ാം തീയതി തിരുവനന്തപുരം വൈദ്യുതി ഭവന്റെ മുമ്പിൽ ഔദ്യോഗികമായി സമാപിപ്പിച്ചുകൊണ്ട് സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ ജാഗ്രതാ സദസ്സുകൾ അവസാനിക്കും. അപ്പോ അതിനു മുമ്പ് KSEBയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ
ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, മണിയാറോ, വൈദ്യുതി നിലയങ്ങളോ, കായംകുളം കരാറിന്റെ കാലാവധിയോ, പവർ പർച്ചേസ് എഗ്രിമെന്റുകളുടെ ക്യാൻസലേഷനോ, അത്തരം കാര്യങ്ങൾ ഒന്നും പറയാതെ വൈദ്യുതി ബോർഡിലെ പെൻഷൻ സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ സ്ഥാപനത്തിൽ ജീവിക്കുന്ന, ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത് ജീവിക്കുന്ന, ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള, നാളെ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ കൊണ്ട് മരുന്നും ഭക്ഷണവും കഴിക്കേണ്ട നിങ്ങൾ ഓരോരുത്തരും, ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ ഓരോരുത്തരും അവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, 2013 ഒക്ടോബർ മാസം 31 വൈദ്യുതി ബോർഡ് കമ്പനിയാകുന്നതിന് മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാനേജർ, അന്ന് ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാർ, അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ വൈദ്യുതി മന്ത്രി, അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരുന്ന 12 ട്രേഡ് യൂണിയനുകൾ, ആ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വവുമായി നിരന്തരമായ ആലോചനയുടെയും തർക്ക വിതർക്കങ്ങളുടെയും വിശകലനങ്ങളുടെയും പരിശോധനകളുടെയും നിയമപരമായ സാങ്കത്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വൈദ്യുതി ബോർഡിന്റെ കമ്പനിവൽക്കരണം 5 വർഷക്കാലം സംസ്ഥാന സർക്കാർ ആസ്തി ബാധ്യതകൾ ഏറ്റെടുത്തതിന് ശേഷം നീണ്ടുപോയത് എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ ഓരോ കാര്യങ്ങളും ഭാവിയിൽ വൈദ്യുതി ബോർഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതം തടസ്സപ്പെടാതിരിക്കുവാൻ വേണ്ടി, അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമോ അതെല്ലാം കുറ്റമറ്റ രീതിയിൽ വ്യവസ്ഥാപിതമായി വ്യവസ്ഥ ചെയ്തുകൊണ്ട് നിയമപരമായി സംരക്ഷിച്ചുകൊണ്ട് കരാർ നിയമത്തിന്റെയും ഇലക്ട്രിസിറ്റി ആക്ടിന്റെയും ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിന്റെയും പരിരക്ഷ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ സംവിധാനം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അതിന് സാധിച്ചത് അന്ന് മാനേജ്മെന്റിൽ ഉണ്ടായിരുന്ന ശ്രീ മുഹമ്മദ് അലി റാവുത്തർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇക്കാര്യത്തിലെ ജാഗ്രതയും ജ്ഞാനവും പരിത്യാഗവും കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്മരിക്കേണ്ട ആളുകളാണ് അന്നത്തെ വിവിധ യൂണിയനുകളുമായി ബന്ധപ്പെട്ട, ഏതെങ്കിലും പ്രത്യേക യൂണിയനുമായി ബന്ധപ്പെട്ടതല്ല, വിവിധ യൂണിയനുകളുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിലെ അന്നത്തെ ട്രേഡ് യൂണിയൻ നേതൃത്വം. അവരൊക്കെ തമ്മിൽ പല കാര്യങ്ങളിൽ രാഷ്ട്രീയമായി വൈജാത്യവും വിഭിന്നമായ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ അംഗങ്ങൾക്ക്, തങ്ങളുടെ അണികൾക്ക്, തങ്ങളുടെ സ്ഥാപനത്തിന് ഭാവിയിൽ ജീവിക്കുവാൻ, അവർക്ക് ജീവിക്കുവാൻ യാതൊരു വിഘ്നവും ഉണ്ടാകുവാൻ പാടില്ല. KSRTCയെ പോലെ ഭാവി തുലാസിൽ ആടിയുലയുന്ന സ്ഥാപനമാകരുത് ഇലക്ട്രിസിറ്റി ബോർഡും അതിൽ ജീവിക്കുന്ന മനുഷ്യരും അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരും എന്ന ഉൾക്കാഴ്ച കൊണ്ടുകൊണ്ട് ക്രാന്തദർശിത്വത്തോടെ രൂപപ്പെടുത്തിയ ഈ കരാർ, ഈ വ്യവസ്ഥ, ഈ മാസ്റ്റർ ട്രസ്റ്റ് തച്ചുടയ്ക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വെല്ലുവിളി ഉയർത്തുവാൻ ഈ സ്ഥാപനത്തിലെ അഭിനവ ട്രേഡ് യൂണിയൻ നേതൃത്വത്തെയും പെൻഷൻകാരനെ ജൂദാസിനെ പോലെ ഉറ്റിക്കൊടുത്ത കാബാലിക പെൻഷൻ അസോസിയേഷനെയും അനുവദിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാം കഴിഞ്ഞ 3 വർഷമായി ഫലപ്രദമായി ക്രിയാത്മകമായി നേട്ടങ്ങളുമായി പെൻഷൻ സുരക്ഷയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വൈദ്യുതി ബോർഡിനെ കമ്പനിയാക്കുന്ന സമയത്ത് വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള പെൻഷൻ ബാധ്യത പോലും തിട്ടപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും അന്ന് കണക്കാക്കിയ 7,584 കോടി രൂപ എന്ന് പറയുന്ന 2011 കട്ട് ഓഫ് ഡേറ്റ് വെച്ച്, തീയതി വെച്ച് നിർണയിച്ചിരുന്ന പെൻഷൻ ബാധ്യതയായിരുന്നിട്ട് പോലും ഭാവിയിൽ കമ്പനിയാകുന്ന സമയത്ത് ആക്ച്വറിയൽ വാല്യുവേഷൻ വഴി ശാസ്ത്രീയമായി നിർണയിക്കുന്ന പെൻഷൻ ബാധ്യത, കമ്പനിയാകുന്ന പെൻഷൻ ബാധ്യത 35% സംസ്ഥാന സർക്കാരിന് വഹിക്കുവാനുള്ള ബാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2013 ഒക്ടോബർ മാസം 31 കമ്പനി ആയപ്പോൾ ഉണ്ടാക്കിയ സെക്കൻഡ് ട്രാൻസ്ഫർ സ്കീമിന് 2ാം കൈമാറ്റ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അതേ വ്യവസ്ഥയോടുകൂടി കമ്പനിയാകുന്നത് വരെയുള്ള 35% ബാധ്യത, കമ്പനിയാകുന്നത് വരെയുള്ള 35% ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്നും 65% ബാധ്യത KSEB ലിമിറ്റഡ് ഏറ്റെടുക്കുവാൻ ആവശ്യമായ കടപ്പത്രങ്ങൾ പുറപ്പെടുവിക്കുമെന്നും സർക്കാരിന്റെ ബാധ്യതയും 1ാമത്തെ കടപ്പത്രമായി 10 കൊല്ലത്തേക്കുള്ള കടപ്പത്രമായി KSEB സംസ്ഥാന സർക്കാരിൽ നിന്ന് വാങ്ങുന്ന ഡ്യൂട്ടി ഇനത്തിൽ വാങ്ങുന്ന തുക കൊണ്ട് നിർവഹിക്കുമെന്നും, അങ്ങനെ കമ്പനി ആയതിനു ശേഷം 2013 നവംബർ മാസം 1 മുതൽ എല്ലാ വർഷവും നിർണയിക്കുന്ന യഥാർത്ഥ മൂല്യനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന അധിക പെൻഷൻ ബാധ്യത KSEB ലിമിറ്റഡ് എല്ലാ മാസവും ഏപ്രിൽ മാസം 1
1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന മാസ്റ്റർ ട്രസ്റ്റിൽ നിക്ഷേപിച്ച് അഭംഗുരം തടസ്സമില്ലാതെ വൈദ്യുതി ബോർഡിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ജീവനക്കാരന്റെയും പെൻഷൻകാരന്റെയും ആനുകൂല്യങ്ങളുടെ പരിഷ്കരണവും മാറ്റത്തിനും അനുസൃതമായി പെൻഷൻ സംരക്ഷിക്കും എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് വൈദ്യുതി ബോർഡിലെ കമ്പനി വൽക്കരണം നടന്നതെന്ന് ഇന്ന് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും വൈദ്യുതി ബോർഡിന്റെ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുണ്ടെങ്കിൽ, ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ആരെങ്കിലും ആത്മബോധം നഷ്ടപ്പെടാതെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവര് അത് മനസ്സിൽ കുറിക്കണം, അവരത് മനസ്സിലാക്കണം, അവരത് ഉൾക്കൊള്ളണം. അവർക്ക് ഇക്കാര്യത്തിൽ ആത്മബോധവും അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയെ പിന്തുണയ്ക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ രണ്ടാം ട്രാൻസ്ഫർ സ്കീം തയ്യാറാക്കി വൈദ്യുതി ബോർഡിന്റെ ആസ്തി ബാധ്യതകൾ കമ്പനി ഏറ്റെടുത്തു. പെൻഷന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എന്താ കാരണം? കമ്പനി ആകുന്നതുവരെയുള്ള പെൻഷൻ ബാധ്യത സംബന്ധിച്ച് തീരുമാനമായി, നടപടിയായി. ഇലക്ട്രിസിറ്റി ബോർഡിന് കമ്പനി ആകുന്നതുവരെയുള്ള പെൻഷൻ ബാധ്യതയ്ക്ക് സർക്കാർ ഡ്യൂട്ടി ഇനത്തിൽ വിഹിതം നൽകും. 35% വിഹിതം നൽകും. 65% വിഹിതത്തിന് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്യണം? കടപ്പത്രം മാസ്റ്റർ ട്രസ്റ്റ് നൽകണം. ആ മാസ്റ്റർ ട്രസ്റ്റ് നൽകുന്ന കടപ്പത്രത്തിന്റെ പലിശയും തിരിച്ചടവും മാസ്റ്റർ ട്രസ്റ്റ് നൽകിക്കൊണ്ട് സർക്കാർ നൽകുന്ന ഡ്യൂട്ടി ഇനത്തിൽ നൽകുന്ന ആദ്യത്തെ ബോണ്ടിന്റെ പലിശയും KSEB നൽകുന്ന കടപ്പത്രത്തിന്റെ പലിശയും സർക്കാർ നൽകുന്ന വാർഷിക ബഡ്ജറ്റ് വിഹിതമായ 52.4 കോടി രൂപയും ഉപയോഗിച്ച് മാസ്റ്റർ ട്രസ്റ്റ് പെൻഷൻ കൊടുക്കണം. എന്ന് മുതൽ 2013 നവംബർ മാസം 1 മുതൽ പെൻഷൻ കൊടുക്കണം. അങ്ങനെ വൈദ്യുതി ബോർഡ് കമ്പനിയാകുന്ന സമയത്ത് KSEB ലിമിറ്റഡിന്റെ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ഒരു വർഷം 800 കോടി രൂപ മാത്രമായിരുന്നു. 800 കോടി രൂപ മാത്രമായിരുന്നു. കരാറിന്റെ വ്യവസ്ഥയനുസരിച്ച്, സെക്കൻഡ് ട്രാൻസ്ഫർ സ്കീം അനുസരിച്ച് വൈദ്യുതി ബോർഡിൽ മാസ്റ്റർ ട്രസ്റ്റിൽ അന്ന് മുതലും പലിശയുമായി തിരിച്ചു കിട്ടേണ്ട തുക 1974 കോടി രൂപയോളമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷം മാസ്റ്റർ ട്രസ്റ്റിൽ മുതലിന്റെയും പലിശയുടെയും ഇനത്തിൽ മിച്ചം വരേണ്ടത് എത്രയാണ്? 1000 കോടി രൂപയാണ് മിച്ചം വരേണ്ടത്. പെൻഷൻ കൊടുത്തതിന് ശേഷം മിച്ചം വരേണ്ടത്. ഇவ்விധത്തിൽ സുസ്ഥിരമായി സംവിധാനം ചെയ്ത ഒന്നാണ് വൈദ്യുതി ബോർഡിന്റെ ട്രാൻസ്ഫർ സ്കീം മുതൽ മാസ്റ്റർ ട്രസ്റ്റിന്റെ ഡീഡ് വരെയുള്ള സാങ്കത്യമുള്ള നിയമ പ്രാബല്യമുള്ള നടപടിക്രമം. 2013 കമ്പനിയായതിനു ശേഷം, ഒക്ടോബർ 31 കമ്പനിയായ ശേഷം 2014 ആഗസ്റ്റ് മാസം 1-ാം തീയതി വൈദ്യുതി ബോർഡിലെ 11 ട്രേഡ് യൂണിയനുകളും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് 2-ാം കക്ഷിയായി, സംസ്ഥാന സർക്കാർ 1-ാം കക്ഷിയായി, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊർജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി 1-ാം കക്ഷിയായി, KSEB ലിമിറ്റഡിന്റെ CMD 2-ാം കക്ഷിയായി, വൈദ്യുതി ബോർഡിലെ 11 ട്രേഡ് യൂണിയനുകളുടെ 21 പ്രതിനിധികൾ 3-ാം കക്ഷികളായി നമ്മൾ ത്രികക്ഷി കരാർ ഉണ്ടാക്കി. ആർക്കു വേണ്ടിയാണ് ത്രികക്ഷി കരാർ ഉണ്ടാക്കിയത്? വൈദ്യുതി ബോർഡിൽ അന്നുണ്ടായിരുന്ന 20,000-ഓളം വരുന്ന ജീവനക്കാർക്കും 27,000-ലധികം വരുന്ന പെൻഷൻകാർക്കും വേണ്ടി ത്രികക്ഷി കരാർ ഉണ്ടാക്കി. ആ ത്രികക്ഷി കരാറിൽ ആരില്ലായിരുന്നു? വൈദ്യുതി ബോർഡിലെ അന്നത്തെ ഏക പെൻഷൻ സംഘടനയിലായിരുന്നു. വൈദ്യുതി ബോർഡിലെ ഏക പെൻഷൻ സംഘടന അന്ന് കോടാനുകോടി രൂപയുടെ പിരിവ് സമ്പാദിച്ചുകൊണ്ട് അമ്പലപ്പറമ്പിലെ മാനേജർ നടക്കുന്ന പോലെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കക്ഷത്തിൽ ഒരു കറുത്ത ബാഗും വെച്ച് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരൻ മനസ്സിലാക്കണം. ആ ത്രികക്ഷി കരാറിൽ പെൻഷൻകാരന്റെ പ്രാതിനിധ്യമില്ലായിരുന്നതുകൊണ്ട് ആ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ KSEB ലിമിറ്റഡ് എംപ്ലോയീസ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റിൽ ആര് ട്രസ്റ്റിയല്ല? പെൻഷൻകാരൻ ട്രസ്റ്റിയല്ല. പെൻഷൻകാരൻ ട്രസ്റ്റിയല്ല. വൈദ്യുതി ബോർഡിലെ സംഘടനകൾ മാത്രമാണ് ട്രസ്റ്റികളായി വരുന്നത്. കുറച്ചു കഴിയുമ്പോൾ 2037 അല്ലെങ്കിൽ 34 വൈദ്യുതി ബോർഡിലെ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ആരാകും? NPS-ന്
NPS ബാധകമായിട്ടുള്ള ജീവനക്കാരായി മാറും. ആ NPS ബാധകമായിട്ടുള്ള ജീവനക്കാരന്റെ പ്രതിനിധിയാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വിതരണം ചെയ്യേണ്ട മാസ്റ്റർ ട്രസ്റ്റിന്റെ ട്രസ്റ്റി. ഈ ദുര്യോഗം വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന് വരുത്തുന്നതിന്റെ പാപക്കറ പെൻഷനേഴ്സ് കൂട്ടായ്മയെ പള്ളു പറഞ്ഞു നടന്നാൽ, തെറി പറഞ്ഞ് നാട്ടിലുടനീളം നടന്നാൽ പോകുന്നതല്ല, അത് കഴുകിക്കളയാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ചരിത്രപരമായ വഞ്ചനയാണ്. ആ വഞ്ചന നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭൂമികയിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. ആ ജോലിയാണ്, ആ ദൗത്യമാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാരനും ജീവനക്കാരനും ഏറ്റെടുത്തിരിക്കുന്നതെന്ന അതിന്റെ ദൃക്സാക്ഷിത്വമാണ് നമ്മൾ കഴിഞ്ഞ 9 ജാഗ്രതാ സദസ്സുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംഘടന അങ്ങനെ വലിയ സംഘടനയല്ല. നിങ്ങളെ പോലെ 14 കോടി രൂപയുടെ ആസ്തിയോ 87 ലക്ഷം രൂപയുടെ വെട്ടിപ്പോ നടത്തുവാനുള്ള ത്രാണിയുള്ള സംഘടനയല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 2022 കോവിഡിന് ശേഷം പ്രവർത്തിച്ചു തുടങ്ങി ഈ സംഘടന 2 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 4000-ലധികം അംഗങ്ങളെ, തിരിച്ചറിവുള്ള അംഗങ്ങളെ, അന്ധതയില്ലാത്ത അംഗങ്ങളെ, രാഷ്ട്രീയ പക്ഷപാതിത്വമല്ല മനുഷ്യജീവന്റെ അടിസ്ഥാനമെന്നും സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും ഉള്ള വിശാലമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന 4000-ൽ-അധികം അംഗങ്ങളുമായി എണ്ണയിട്ട യന്ത്രം പോലെ സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഡിവിഷൻ ഓഫീസിൽ ഇടിമുറിക്ക് തിരുത്തി, ആളെ വിളിച്ചു വരുത്തി പറ്റിച്ച് ഇൻഷുറൻസും വെൽഫെയർ ഫണ്ടിന്റെയും പേരിൽ കൊള്ള നടത്തി, ഇടയ്ക്ക് ഇൻഷുറൻസ് പിരിച്ചുവിട്ടും ഇടയ്ക്ക് മരിച്ചവൻ ആനുകൂല്യം നൽകാതെയും അനുമതിയില്ലാത്തവന്റെ പെൻഷനിൽ നിന്ന് വെൽഫെയർ ഫണ്ടിന്റെ വിഹിതം പിടിക്കുവാനും ഉണ്ടാക്കിയ സംഘടനയല്ല. അത് ഞങ്ങൾ ഈ 3 കാര്യത്തിന് ഉണ്ടാക്കിയ സംഘടന. മാസ്റ്റർ ത്രികക്ഷി കരാർ നിലവിൽ വന്നു. 2015 ജനുവരി മാസം 28-ാം തീയതി ഒക്ടോബർ 31 വരെ, 2013 ഒക്ടോബർ 31 വരെ വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ ബാധ്യത എത്രയാണെന്ന് കണക്കാക്കി 12,419 കോടി രൂപയാണ് കമ്പനിയാകുന്ന സമയത്തെ പെൻഷൻ ബാധ്യത എന്ന് നിർണയിച്ചു. 2015 ജനുവരി മാസം 28-ാം തീയതി ആ ബാധ്യതയ്ക്ക് അനുസൃതമായ ട്രാൻസ്ഫർ സ്കീമിന്റെ ഭേദഗതി നടത്തി. കൈമാറ്റ പദ്ധതിക്ക് പെൻഷൻ ഫണ്ടിങ്ങിന്റെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഡ്യൂട്ടിയുടെ കാലാവധി 2023 ഒക്ടോബർ മാസം 31 വരെ നീട്ടി. 8,561 കോടി രൂപ സർക്കാർ കമ്പനിയാകുന്ന സമയത്തെ പെൻഷൻ ബാധ്യതയുടെ ബോണ്ടിന്റെ മുതലും പലിശയുമായി 10 വർഷം കൊണ്ട് തരും എന്ന് ട്രാൻസ്ഫർ സ്കീം അമെൻഡ് ചെയ്തു. വൈദ്യുതി ബോർഡ് 5,000 കോടി രൂപയോളം വരുന്ന കടപ്പത്രത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്ന 2011 വരെയുള്ള പെൻഷൻ ബാധ്യതയ്ക്ക് ഇറക്കാൻ ത്രികക്ഷി കരാറിലും ട്രാൻസ്ഫർ സ്കീമിലും പറഞ്ഞിരുന്നെങ്കിൽ, വ്യവസ്ഥ ചെയ്തിരുന്നെങ്കിൽ 8,144 കോടി രൂപയുടെ കടപ്പത്രം മാസ്റ്റർ ട്രസ്റ്റ് നൽകാമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് 2ാമത്തെ അമെൻമെന്റ് വന്നു. 2ാം ട്രാൻസ്ഫർ സ്കീമിന്റെ ഭേദഗതി 2015 നടത്തി. അങ്ങനെ തികയാതെ വരുന്ന ഇതിന്റെ പലിശ ഉപയോഗിച്ച് മാസ്റ്റർ ട്രസ്റ്റിന് വരുമാന വർധനവിലൂടെ പെൻഷൻ കൊടുക്കാതെ വന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന കുറവ് ആരാണ് കൊടുക്കേണ്ടത്? സർക്കാരല്ല കൊടുക്കേണ്ടത്. ആരാ കൊടുക്കേണ്ടത്? KSEB ലിമിറ്റഡ് വാർഷിക പെൻഷൻ വിഹിതമായി കൊടുക്കേണ്ടതാണ്. ഇതാണ് വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വം. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടിയും പിടിച്ചു നടക്കുന്ന, അവരുടെ പിറകെ നടക്കുന്ന തൊഴിലാളികളും ജീവനക്കാരനും തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് സ്വയം കൃതാനർത്ഥമായിരിക്കും എന്നതിൽ തർക്കമില്ല. വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിമാസ പെൻഷനാണെങ്കിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും ടെർമിനൽ ലീവ് സറണ്ടറും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കിട്ടാതെ KSRTC പോലെ ഒരു ആത്മഹത്യാ തുരുത്തായി വൈദ്യുതി ബോർഡ് മാറുന്ന കാലം അതിവിദൂരത്തിലല്ല എന്ന് ഇന്ന് വൈദ്യുതി ബോർഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും മനസ്സിലാക്കേണ്ടത്. 2015 റിവൈസ്ഡ് ട്രാൻസ്ഫർ സ്കീം തയ്യാറാക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2015 ഫെബ്രുവരി മാസം 10-ാം തീയതി
ഇലക്ട്രിസിറ്റി ബോർഡിന് പെൻഷൻ കൊടുക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ആ മാസ്റ്റർ ട്രസ്റ്റിന്റെ നിയമാവലി ഉണ്ടായി. ആ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് KSEB ലിമിറ്റഡ് 8,144 കോടി രൂപയുടെ കടപ്പത്രം കൊടുത്തു. സർക്കാരിന്റെ ഡ്യൂട്ടി 2013 മുതൽ നിർബാധം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 2 കൊല്ലമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമായി നിലവിൽ വന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇളവോടെ മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനക്ഷമമായി പെൻഷൻ കൊടുക്കുന്നതിന് വ്യവസ്ഥ പ്രകാരം യാതൊരു തടസ്സവുമില്ല. എന്നു മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ പെൻഷൻ കൊടുക്കേണ്ടതിനേക്കാൾ കൂടുതൽ തുക പ്രതിവർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്തു? ഒരു പൈസ പോലും മാസ്റ്റർ ട്രസ്റ്റിൽ അടയ്ക്കാതെ ആ കിട്ടിയ പണം മുഴുവൻ വകമാറ്റി ചിലവഴിച്ചു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ ഭദ്രമല്ലേ എന്നായിരുന്നു. അന്നത്തെ ചെയർമാൻ പറഞ്ഞ വാക്യം അദ്ദേഹത്തെ ഉദ്ധരിച്ചാൽ, ഈ പോക്കറ്റിൽ നിന്ന് ഞാൻ കാശെടുത്ത് ഈ പോക്കറ്റിലിട്ടു, ഇങ്ങോട്ടെപ്പോ ഈ പോക്കറ്റിൽ കാശ് വേണോ അപ്പൊ ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ അവസാനം ഷർട്ടിന്റെ പോക്കറ്റ് മാത്രമല്ല, അണ്ടർവെയറിന്റെ പോക്കറ്റ് വരെ കാലിയായ അവസ്ഥയിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അവസ്ഥ ഏതാണ്? 10 വർഷത്തേക്ക് കൂടി ഡ്യൂട്ടി നീട്ടിത്തരണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ആവശ്യപ്പെട്ടു, മന്ത്രി ആവശ്യപ്പെട്ടു. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് 2022 ഫെബ്രുവരി മാസം ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ പെൻഷനേഴ്സ് കൂട്ടായ്മ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അടുത്ത 10 വർഷത്തേക്ക് കൂടി ഡ്യൂട്ടി നീട്ടി തന്നില്ലെങ്കിൽ പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞു. 2022 ജനുവരി മാസത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ചു, ബജറ്റ് നിർദ്ദേശം വന്നു. 2023 നവംബർ 1 മുതൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇനത്തിൽ 654 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ പുതിയ വരുമാനമായി ലഭിക്കും. ബജറ്റിൽ വരവ് ചെലവ് കണക്കുകളിൽ വരവിന്റെ ഇനത്തിൽ എന്തു വന്നു? ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വന്നു. ഒരാൾക്കും ഒരു അനക്കവുമില്ല. പെൻഷനേഴ്സ് കൂട്ടായ്മ ഡയറക്ടർക്ക്, ചെയർമാന്, മന്ത്രിക്ക്, ധനകാര്യമന്ത്രിക്ക്, MLA-മാർക്ക് ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും നിവേദനം കൊടുത്തു. നിയമസഭയിൽ ചോദ്യോത്തരം വന്നു. ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അപേക്ഷ സർക്കാർ പരിശോധിച്ചു വരികയാണ് എന്നാണ്. പരിഗണിക്കുകയാണെന്നല്ല, പരിശോധിച്ചു വരികയാണ് എന്നാണ്. ഇതാണ് മറുപടി, നിയമസഭയിലെ മറുപടി. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ബജറ്റ് അവതരിപ്പിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു മനുഷ്യനും ഒരനക്കവുമില്ല. ഓഗസ്റ്റ് മാസം 7-ാം തീയതി 2023 ആഗസ്റ്റ് മാസം 7-ാം തീയതി ഈ കാര്യങ്ങൾ പരിഹരിക്കണമെന്നും ത്രികക്ഷി കരാർ, വ്യവസ്ഥാപിതമായ ത്രികക്ഷി കരാറും ട്രാൻസ്ഫർ സ്കീമും മാസ്റ്റർ ട്രസ്റ്റും ഉള്ള വൈദ്യുതി ബോർഡിന്റെ സംവിധാനങ്ങൾ, പെൻഷൻ സംവിധാനങ്ങൾ സർക്കാരിന്റെയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. അതിഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. 60,000 വരുന്ന മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് ഈ നിയമലംഘനം എത്തിച്ചേരുന്നതെന്നും കാണിച്ച് കേരള ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് ഫയൽ ചെയ്തു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കടുത്ത നിയമലംഘനമാണ്, ഗുരുതരമായ നിയമലംഘനമാണ്. ഇലക്ട്രിസിറ്റി ആക്ട് മുതൽ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റിന്റെ നിയമാവലി വരെയുള്ള കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ട് 60,000 വരുന്ന മനുഷ്യരുടെ ഭാവി ജീവിതം അപകടപ്പെടുന്ന ഈ സ്ഥിതിവിശേഷത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് പരാതിക്കാരനായിട്ടുള്ള KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് 1 മാസത്തിനകം വിശദമായ ആക്ഷേപം സമർപ്പിക്കും. ആ ആക്ഷേപം സമർപ്പിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തണം.
ഇലക്ട്രിസിറ്റി ബോർഡിനെ വിളിച്ചു വരുത്തി പെൻഷനേഴ്സ് കൂട്ടായ്മ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ തെളിവെടുപ്പ് നടത്തണം. തെളിവെടുപ്പ് നടത്തി 4 മാസത്തിനകം മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുവാൻ ഉതകുന്ന ഉത്തരവ് പുറപ്പെടുവിക്കണം. ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നല്ല, മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടികളിലേക്ക് കൾമിനേറ്റ് ചെയ്യുന്ന ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇതാണ് ജഡ്ജ്മെന്റ്. നവംബർ മാസം 1-ാം തീയതി ആദ്യം ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഹിയറിംഗ് നടത്തിക്കാതിരിക്കാൻ പല അഭ്യാസങ്ങളും കാണിച്ചു. എന്തിനാ ഇത് കാണിക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾ പറയാം, മാട്ടേ കിടന്ന് നെഞ്ചു കളയരുത്. കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെയോ പ്രതിപക്ഷ നേതാവിന്റെയോ മുഖം കറക്കും എന്ന് പറയുന്ന ഒരു പേടിയുമില്ല. ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്തസ്സായി പണിയെടുത്ത് ജീവിച്ച് പിരിഞ്ഞ മനുഷ്യരാണെങ്കിൽ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ലെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം വിളംബരം ചെയ്തിട്ടുള്ളതാണ്. അത് സ്വായത്തമാക്കുവാനുള്ള ആർജവവും കഴിവും സത്യസന്ധതയും സുതാര്യതയും പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നോർത്തു വേണം ഗ്വാ വിളിച്ച് പ്രച്ഛന്ന വേഷം കാണിക്കുന്ന ഈ എരണം കെട്ടവന്മാർ അത് ഓർക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ. അത് നിങ്ങൾ ഓർക്കണം. ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദമായ നിവേദനം നമ്മൾ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. ചീഫ് സെക്രട്ടറി നവംബർ 1-ാം തീയതി തെളിവെടുപ്പിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫിനാൻസ് ഡയറക്ടറെ വിളിച്ചു വരുത്തി. തെളിവെടുപ്പ് നടന്നപ്പോൾ ദൂണ്ട് കയറാൻ ശ്രമിച്ചു. വിളിക്കാത്തിടത്ത് സദ്യ ഉണ്ണാൻ ചെന്ന് മുഖത്ത് തുപ്പേറ്റവരാണ് വൈദ്യുതി ബോർഡിലെ ജനിച്ചവരും ജീവിക്കുന്നവരും മരിച്ചവരുമായ ആളുകൾ അംഗങ്ങളായിട്ടുള്ള ബൃഹത്തായ സംഘടന. അത്രയ്ക്ക് അധിക്ഷേപിക്കപ്പെട്ട, അത്രയ്ക്ക് നാണം കെട്ട, അത്രയ്ക്ക് ആർജവമില്ലാത്ത, അത്രയ്ക്ക് അന്തസ്സില്ലാത്ത സംഘടനയാണ് ആ സംഘടന എന്ന് നമ്മൾ തെളിവെടുപ്പ് നടത്തി. ഉത്തരവിറക്കാതിരിക്കാൻ പഠിച്ച പടി 18 കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങിപ്പെട്ടിട്ടുള്ളത് ആർക്കെങ്കിലും വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഇറക്കി പുറപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും കമ്മിറ്റിയിൽ അംഗമാകാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഇറക്കി പുറപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കരാർ വ്യവസ്ഥയിൽ ജോലി കിട്ടാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് പെൻഷൻ സുരക്ഷ ഉറപ്പാക്കാനാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളത് സുരക്ഷിതമാക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ കോടതി ലക്ഷ്യ ഹർജി 6/9/24-ാം തീയതി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഊർജ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി നമ്മളെ വിളിച്ചു. ഇന്നത്തെ തീയതി വെച്ച് ഓർഡർ ഇറക്കും, നിങ്ങൾ കോടതിയെ സമീപിക്കരുത്. കോടതി പറഞ്ഞു 6/9 ഉത്തരവിറക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് മെമ്മോ ഓഫ് ചാർജസ് കൊടുക്കും. ചീഫ് സെക്രട്ടറിയെ കോടതി വിളിച്ചു വരുത്തും. നമ്മളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കോടതിയെ സമീപിക്കരുത്. 8-ാം തീയതി 6-ാം തീയതിയിലെ ഡേറ്റ് വെച്ച് 6-ാം തീയതി വെച്ച് ഉത്തരവിറക്കും. 8-ാം തീയതി ഉത്തരവിറക്കി. എന്താണ് ഉത്തരവ്? മാസ്റ്റർ ട്രസ്റ്റിന്റെ ബൈലോ അനുസരിച്ച്, ത്രികക്ഷി കരാർ അനുസരിച്ച്, പെൻഷനുമായി ബന്ധപ്പെട്ട നിയമ വ്യവസ്ഥകൾ അനുസരിച്ച് പിഴപ്പലിശയോടെ 24% പലിശയോടെ KSEB ലിമിറ്റഡ് മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കാനുള്ള ബോണ്ടുകളുടെ തുക തിരിച്ചടയ്ക്കണം. ഈ ഉത്തരവാണ് എന്താ സ്ഥിരപ്പെടുത്തുന്നത്? പെൻഷനെ സ്ഥിരപ്പെടുത്തുന്നത്. ഈ ഉത്തരവിനെയാണ് ഈ കുലദ്രോഹികൾ പെൻഷൻ അസ്ഥിരപ്പെടുത്തുന്ന ഉത്തരവെന്ന് വിളിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കാനുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4000 കോടി രൂപയിലധികം വരുന്ന കടപ്പത്രത്തിന്റെ തിരിച്ചടവ് തുക കൊടുക്കാത്തത് 24% പലിശ സഹിതം തിരിച്ചടച്ച് മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാക്കണം എന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, അതിന്റെ നിയമവകുപ്പ്, അതിന്റെ ധനകാര്യ വകുപ്പ്, അതിന്റെ നിയമോപദേശകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ, അതിന്റെ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പോടുകൂടി, ക്യാബിനറ്റ് നോട്ടോടുകൂടി ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വന്ന് ഒഴിവാക്കാൻ കഴിയില്ല, ചെയ്തേ പറ്റൂ എന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ് റദ്ദാക്കുവാൻ പിതൃത്വം അവകാശപ്പെടാവുന്ന
ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റദ്ദാക്കൂ. കാണാൻ നോക്കി. അത് റദ്ദാക്കാൻ കഴിയില്ല. കാരണം അത് റദ്ദാക്കണമെങ്കിൽ ആ കേസിൽ കക്ഷി ചേരണം, അല്ലെങ്കിൽ ആ ഉത്തരവിനെതിരെ കോടതിയിൽ കേസിൽ വേണം. നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും തീരുമാനമൊന്നും വേകുന്ന ആ പരിപ്പ് വേകുന്ന കലമല്ല ഇത്. നിങ്ങൾ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാൻ പോയല്ലോ. എത്ര കൊല്ലം? 1.5 കൊല്ലം. 1.5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒറ്റ കുട്ടിയെ പ്രസവിച്ചാൽ 6 മാസം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഇരട്ട കുട്ടിയാണെങ്കിൽ പിന്നെ 2 പേരുണ്ടാവും. 2022 നിയമസഭയിൽ ബജറ്റിൽ പറഞ്ഞതിലൂടെ ഡ്യൂട്ടി കൊടുക്കാത്തതിലല്ല, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഭാവി പെൻഷൻ അധിക ബാധ്യതയ്ക്കുള്ള ഭാവി പെൻഷന്റെ അധിക ബാധ്യത ഇലക്ട്രിസിറ്റി ബോർഡ് വാർഷിക പെൻഷൻ വിഹിതം കൊടുത്ത് പാലിക്കണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ പറയുന്ന ഇപ്പൊ ഗ്വാ വിളിക്കുന്നവന്റെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കി വെച്ച കരാർ ചുരുട്ടിക്കൂട്ടി കേരളത്തിലെ സർക്കാർ വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കുവാൻ ഇതുവരെ കഴിയാത്ത എരപ്പാളികളാണ് കോടതി പറഞ്ഞ 6/9/24 ഉത്തരവ് റദ്ദാക്കിയത്. അങ്ങനെ 6/9/24 ഉത്തരവ് കോടതിയിൽ കേസ് കൊടുത്ത് പെൻഷനേഴ്സ് കൂട്ടായ്മ സസ്പെൻഡ് ചെയ്തപ്പോഴാണ് ഇവനൊക്കെ ഇങ്ങനത്തെ ഒരു ഉത്തരവ് ഭൂമി മലയാളത്തിൽ ഉണ്ടായി എന്നറിഞ്ഞത്. മനസ്സിലായോ? ഈ ആളുകളുടെയൊക്കെ വിവരദോഷം എന്ന് പറയുന്ന എത്രയുണ്ട്? അത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു മാസം 124 കോടി രൂപയോളം വൈദ്യുതി ബോർഡിന് ഇപ്പോഴും പെൻഷനത്തിൽ കൈവശം വയ്ക്കാൻ കഴിയുന്നത്, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത്. കാരണം എന്താ? 2023 ഒക്ടോബർ മാസം 31 വന്നപ്പോ സർക്കാരിന്റെ പെൻഷൻ ബാധ്യത നിയമപ്രകാരം കരാറനുസരിച്ച് ട്രാൻസ്ഫർ സ്കീം അനുസരിച്ച് കഴിഞ്ഞു. അത് ഈ കണ്ണടച്ചിരുട്ടാക്കുന്ന കഴുതകൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ബാക്കി വരുന്ന അധിക ബാധ്യതയ്ക്ക് പെൻഷൻ കൊടുക്കേണ്ടത് ആരാണ്? ഇലക്ട്രിസിറ്റി ബോർഡാണ്. ആ ത്രികക്ഷി കരാറൊക്കെ ഒന്നെടുത്ത് വായിക്കണം. ആ ത്രികക്ഷി കരാറും മാസ്റ്റർ ട്രസ്റ്റ്. ഇപ്പൊ എന്താ വേറൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. മാസ്റ്റർ ട്രസ്റ്റിന്റെ ഡീഡിലെ 25-ാം വകുപ്പ് അനുസരിച്ച് മാസ്റ്റർ ട്രസ്റ്റ് സ്വതന്ത്രമാക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മ പറഞ്ഞതുകൊണ്ടാണ്. സ്വതന്ത്രമായി പ്രവർത്തിപ്പിച്ച മാസ്റ്റർ ട്രസ്റ്റ് കൊണ്ട് ആര് പോകും? മാസ്റ്റർ ട്രസ്റ്റ് കൊണ്ട് ആര് പോകും? നമ്മുടെ ആദിത്യ ബിർളയോ അല്ലെങ്കിൽ മറ്റേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആളാരാണ്? അദാനിയോ പോകും. നമ്മുടെയൊക്കെ സകല അവയവങ്ങളും എടുത്തുകൊണ്ട് അദാനി ഈ നാട്ടിൽ നിന്ന് പോകും. മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തിപ്പിക്കുവാനുള്ള നിയമപരമായ അവകാശം ബോർഡ് ഓഫ് ട്രസ്റ്റീസിനാണ്. ആരാണ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ്? സർക്കാരിന്റെ പ്രതിനിധികൾ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രതിനിധികൾ, പിന്നെ നിന്റെയൊക്കെ പ്രതിനിധികൾ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രേഡ് യൂണിയന്റെ പ്രതിനിധികൾ. ഇവനൊക്കെ അംഗീകാരമുണ്ട്. ഇവനൊക്കെ അവന്റെ മുതൽ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ നാണയില്ലാത്തവൻ കട്ടോട്ട് പോകും. അവന്റെ മുതൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആര് കട്ടോട്ട് പോകും? നാണയില്ലാത്തവൻ കട്ടോട്ട് പോകും എന്നൊരു ചൊല്ലുണ്ട്. ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആണ് മാസ്റ്റർ ട്രസ്റ്റിന്റെ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം. ലോകത്തെവിടെയുമുള്ള മാസ്റ്റർ ട്രസ്റ്റുകൾ അതിന്റെ മൂലധനം വരുമാന വർധനവിന് ഉപയോഗിച്ചാണ് പെൻഷൻ കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല ട്രസ്റ്റുകൾ ഉള്ളത്. ബാങ്കുകളുടെ പെൻഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബാങ്കുകളുടെ പെൻഷൻ കൊടുക്കുന്നത് LIC ആണ്. LIC ആണ് ഫണ്ട് മാനേജർ, പെൻഷൻ ഫണ്ടിന്റെ മാനേജർ. സമയമായി. മാസ്റ്റർ ട്രസ്റ്റിന്റെ മാനേജർ LIC ആണ്. LIC എന്താ ചെയ്യുന്നത്? LIC പ്രീ റിവൈസ്ഡ് പെൻഷൻ കൊടുക്കും. പെൻഷനിൽ വരുന്ന പരിഷ്കാരങ്ങളുടെ ഫലമായിട്ട് വരുന്ന അധിക ബാധ്യത അതാര് കൊടുക്കണം? ബാങ്ക് കൊടുക്കണം. അത് തന്നെയാണ് ത്രികക്ഷി കരാർ പറയുന്നത്. അത് തന്നെയാണ് ട്രാൻസ്ഫർ സ്കീം പറയുന്നത്. അപ്പോ സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കിയ ആളുകൾക്ക് ഇതൊന്നും പറയാനുള്ള യോഗ്യതയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് മാസ്റ്റർ ട്രസ്റ്റ് എന്നും
എന്താണ് പെൻഷൻ ഫണ്ടെന്നും ഇനിയെങ്കിലും എന്റെ കൊച്ചനുജന്മാർ വായിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണം. അല്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ പോയാൽ തൊണ്ട പൊട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഈ പ്രയാണത്തിൽ പ്രേരകരാകുവാൻ, അതിലെ സഹായികളാകുവാൻ, അതിലെ സാക്ഷികളാകുവാൻ, അതിന്റെ ശക്തികളാകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നത്തെ ചടങ്ങിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജെയിംസ്, സംഘടനയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വിമൽ ചന്ദ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്ഥാപക പ്രസിഡന്റും ടെക്നിക്കൽ സമിതി കൺവീനറുമായ റാവുത്തർ സർ, ഇവിടെ ഇപ്പോൾ വിശദീകരണം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ VP, മറ്റ് സംസ്ഥാന ജില്ലാ ARU ഭാരവാഹികളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഒന്നും തന്നെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ആശംസ എന്ന് പറയുന്നത് വളരെ നിഷ്പ്രഭമാണ്. ഈ വൈകിയ വേളയിൽ നമ്മളുടെ കർട്ടൻ താഴ്ത്തേണ്ട ഒരു സമയം 2 മണി എന്നുള്ളത് അത് അതിക്രമിച്ചു. 2:30 കഴിഞ്ഞ് ഏകദേശം ആ ഒരു സമയത്തേക്ക് പോവാണ്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വെമ്പി നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ ഇവിടെ അടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആശംസകൾക്ക് പോലും ഇവിടെ ഇപ്പോൾ സമയമില്ല. ഞാൻ കുറച്ച് സംസാരിക്കാൻ കരുതി വന്നതാണ്. എനിക്ക് 3 മിനിറ്റ് എന്നുള്ളത് തന്നപ്പോൾ ഞാൻ റാവുത്തർ സാറിനോട് ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് 5 മിനിറ്റ് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ നീട്ടി വാങ്ങിച്ചതാണ്. അപ്പൊ ഇനിയിപ്പോ 3 മിനിറ്റ് പോലും എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എന്തായാലും നമ്മുടെ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും ജാഗ്രത സദസ്സുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായ തോതിൽ നല്ലൊരു എന്താ പറയാ ഒരു വൻപിച്ച ആ ഒരു പ്രാതിനിധ്യത്തോടെ ആ ഒരു കൂട്ടായ്മയുടെ ആ ഊർജ്ജസ്വലമായ ആ ഒരു എന്താ പറയാ കൂട്ടുകൂടി എല്ലാവരും ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു അഭിനവ കണ്ടുപിടുത്തമാണ് ഈ എന്താ പറയാ ജാഗ്രത സദസ്. നമ്മൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അല്ലെ? അപ്പോ വളരെ ഇപ്പോ ഇതിനു മുന്നേ ഇവിടെ ഉദ്ഘാടനം ചെയ്ത റാവുത്തർ സാറാണെങ്കിലും, അതിനു മുന്നേ എന്താണ് പറയാ ആമുഖ പ്രഭാഷണം നടത്തിയ നമ്മുടെ വിമൽജി ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് സവിസ്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന നമ്മുടെ ശ്രീ VP ആണെങ്കിലും പറഞ്ഞു തന്നത് എന്താണ് ജാഗ്രതാ സദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേവലം 3 വയസ്സ് പ്രായം മാത്രമായ നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ, അതായത് KSEB ലിമിറ്റഡിലെ പെൻഷൻ സമൂഹം നേരിടുന്ന ആ ഒരു പ്രതിസന്ധി എന്താണോ അതിനെ തരണം ചെയ്യാനായി ഈ ഭൂമിയിൽ പിറന്നു വീണ, ഈ ഭൂമിയിൽ ഉദയം ചെയ്ത കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ, അതായത് പിറന്നു വീണ അന്നു മുതൽ, ഭൂമിയിലേക്ക് വന്ന അന്നു മുതൽ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുള്ള അതിന്റെ നാൾവഴികൾ പറഞ്ഞു, അതിന്റെ എല്ലാ എന്താ പറയാ വിജയങ്ങളും എല്ലാം പറഞ്ഞു. ഏറ്റവും അവസാനം സർക്കാർ നമ്മളുടെ മാസ്റ്റർ ട്രസ്റ്റ് പുനരുജ്ജീവിപ്പിക്കണം, അത് പുനരുജ്ജീവിപ്പിച്ചേ മതിയാവൂ, പ്രവർത്തന സജ്ജമാകണം, അതിന് KSEB ലിമിറ്റഡ് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഉത്തരവിലേക്ക് നമ്മൾ അവസാനം എത്തിച്ചു. നമ്മളെ ചവിട്ടി ഇനി കടന്നു പോകുവാൻ എന്താണ് പറയാ സർക്കാരിനോ അതുപോലെ തന്നെ KSEB ലിമിറ്റഡിനോ ഇനി സാധിക്കുന്നില്ല എന്നൊരു ഘട്ടം വരെ നമ്മൾ ഈ കൂട്ടായ്മ എത്തിച്ചിരിക്കുന്നു. നമ്മളുടെ വിജയം വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രയാണം മുന്നോട്ട് നമ്മൾ കുതിക്കുകയാണ്. അതിന്റെ എല്ലാ നാൾവഴികളും എനിക്ക് മുന്നേ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ പെൻഷൻ സുരക്ഷ, അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക ഭദ്രത, ഇപ്പോൾ മറ്റൊന്നുകൂടി നമ്മുടെ ആപ്തവാക്യത്തിൽ നാം എഴുതി ചേർക്കാൻ പോകുന്നു. അതായത് ഈ കഴിഞ്ഞ 3ാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും അതോടൊപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിലെ CMDയും നമ്മളോട് ആഹ്വാനം ചെയ്ത, അതായത് ധാരാളം റിട്ടയർ ചെയ്ത ഡയറക്ടേഴ്സ്, ചീഫ് എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ പ്രവർത്തിച്ച് പരിചയമുള്ള ധാരാളം ദിഷണാശാലികൾ ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് വൈദ്യുതി ബോർഡിനെ എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു തരണമെന്ന് അന്നത്തെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോ അതിന് പ്രകാരമാണ് നമ്മളൊരു ടെക്നിക്കൽ സമിതി നമ്മുടെ പ്രിയങ്കരനായ റാവുത്തർ സാറിന്റെ നേതൃത്വത്തിൽ നാം തുടങ്ങി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ മണിയാറ് ആദ്യത്തെ 1ാം ജില്ലാ ജാഗ്രതാ സദസ് മണിയാറിനെ തൊട്ടുകൊണ്ടാണ്
നമ്മള് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ പ്രയാണം, അതായത് ജാഗ്രതാ സദസ് എന്ന് പറയുന്ന നമ്മളുടെ അഭിനവ കണ്ടുപിടുത്തം, നമ്മള് അതിന്റെ പ്രയാണം നാം ആരംഭിക്കുന്നത് ഈ മണിയാർ എന്ന് പറയുന്ന 12 മെഗാവാട്ട് ശേഷിയുള്ള ആ ഒരു ജലവൈദ്യുത പദ്ധതി പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന് KSEB ലിമിറ്റഡ് തിരിച്ചുപിടിക്കുകയും കേരളം പോലുള്ള, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ബോർഡ് ലാഭകരമാക്കാവുന്ന ജലവൈദ്യുത പദ്ധതികൾ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും മനഃപൂർവ്വം പ്രവർത്തനരഹിതമാക്കിയതും ഇനി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് നാം ഒരു ടെക്നിക്കൽ സമിതി, അത് നമുക്ക് എന്തുമാത്രം ഈ വൈദ്യുതി ബോർഡിനെ ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഇത്രയും പ്രാപ്തരായിട്ടുള്ള ഈ അംഗങ്ങളുള്ള നമ്മളുടെ ഈ പറയുന്ന ടെക്നിക്കൽ സമിതിക്ക് അത് സാധിക്കും. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ ആപ്തവാക്യത്തിൽ ഒന്നുകൂടി എഴുതി ചേർക്കണം, പെൻഷൻ സുരക്ഷയും അതോടൊപ്പം സാമൂഹിക, അതായത് സമൂഹത്തിന്റെ പെൻഷൻ സുരക്ഷയും സാമൂഹിക ഭദ്രതയും അതോടൊപ്പം സ്ഥാപന ഭദ്രതയും, അത് നമ്മളുടെ ആപ്തവാക്യത്തിൽ നാം എഴുതി ചേർക്കുകയാണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നാം ഇനി കാണിച്ചു കൊടുക്കും. അപ്പൊ അത്രയും വിജയകരമായ പാതയിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നമുക്കെതിരെ ആര് വന്നാലും ഇനി നമുക്കെതിരെ അവർക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത്രയും ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഇനി എനിക്ക് ഇവിടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്, വരുന്ന നാളെയല്ല മറ്റന്നാള് 14-ാം തീയതി നമ്മുടെ സമീപ ജില്ലയായ കോട്ടയത്ത് ഇതേപോലെ ജാഗ്രതാ സദസ് നടക്കുന്നുണ്ട്. അതിലും ഇവിടെ ഇടുക്കി ജില്ലയിലുള്ള സഹോദരങ്ങൾ മാക്സിമം പങ്കെടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ശേഷം കണ്ണൂരും അതോടൊപ്പം കോഴിക്കോടും നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഇതിന്റെ കലാശക്കൊട്ട് ഈ മാസം, അതായത് നവംബർ 26-ാം തീയതി നമ്മുടെ വൈദ്യുതി ഭവന്റെ മുന്നിൽ വെച്ചാണ്. അതിനും ഏവരും പങ്കെടുത്ത് ഇത് അങ്ങേയറ്റം വിജയിപ്പിക്കണം. ഇത് ചരിത്രത്തിന്റെ താളുകളിൽ, സുവർണ ലിപികളിൽ എഴുതപ്പെടണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുവാനും ആഹ്വാനം ചെയ്യാനും ഉള്ളത്. അപ്പൊ എന്റെ ഈ ആശംസ, അതായത് ജില്ലാ ജാഗ്രതാ സദസ്സിന് ഇത്രയും ഭംഗിയായ തോതിൽ ഇടുക്കി ജില്ലയുടെ ഈ ഒരു ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചതിൽ ഇതിന്റെ സംഘാടക സമിതിയോടുള്ള ആ ഒരു നന്ദിയോടൊപ്പം തന്നെ ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുന്നു. ഒപ്പം തന്നെ നമ്മുടെ സമയം പോയ സ്ഥിതിക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ശ്രീ ഡെന്നിസ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നന്ദിയും കൂടി മാഡം പറഞ്ഞേക്കെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ മധ്യമേഖലാ സെക്രട്ടറിയാണ്. അപ്പോ ഈ മധ്യമേഖലാ സെക്രട്ടറിയുടെ ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ പെട്ടതാണ് ഈ പറയുന്ന നമ്മുടെ ഇടുക്കി ജില്ല. അപ്പൊ അതുകൊണ്ട് സമയത്തിന്റെ അപര്യാപ്തത മൂലം ഏവർക്കും ഒറ്റ വാചകത്തിൽ ഏവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും ഈ സമയം വൈകിയതിൽ ഈ സ്ഥാപന ഉടമയോടും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിരിയാം.